ദൈവനാമത്തിന് മഹത്വം പറയുന്നു. എന്നെ ഈ വീഡിയോയിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഈ അടുത്ത സമയങ്ങളിൽ പെന്തക്കോസ്ത് എന്താണ്, അതുപോലെ പെന്തക്കോസ് ഉണർവ് എന്താണ് എന്ന കാര്യത്തെപ്പറ്റി അനുകൂലവും പ്രതികൂലവുമായ പല ചർച്ചകൾ പല യൂട്യൂബ് ചാനലുകളിൽ ഞാൻ കണ്ടു. അതിൻ്റെ 100% പ്രതികരണം എന്ന രീതിയിലല്ല ഞാൻ ഈ പറയുന്നത്. എന്താണ് പെന്തക്കോസ്ത്, എന്താണ് പെന്തക്കോസ് ഉണർവ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാലാകാലങ്ങളിലായി നമ്മളുടെ കേരള സമൂഹത്തിലും അതുപോലെ വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിലുമൊക്കെ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായൊരു സംഭവമാണ്. അതുപോലെ 100 വർഷത്തിൽ താഴെ മാത്രം ഉള്ള ഒരു കാര്യമാണ് പെന്തക്കോസ്ത് എന്ന് ഉള്ള ചർച്ചകൾ പലയിടത്തും നടക്കുകയും ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഞാൻ കണ്ട പല വീഡിയോകളിലും അത് അവതരിപ്പിച്ചവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ പെന്തക്കോസ്തർ അല്ലാത്ത പലരും തന്നെ ഇങ്ങനെയുള്ള പല മാധ്യമങ്ങൾ കൂടി പറയുമ്പോൾ അവർ 100% പെന്തക്കോസ്തിനെ എതിർക്കുവാനല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് കിട്ടിയ അറിവനുസരിച്ചും അവരുടെ വായനയിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് അവർ അവതരിപ്പിച്ചു പോകുന്ന ചില കാര്യങ്ങളാണ് അവർ അതിൽ അവതരിപ്പിച്ചത്. ഞാനിതിന് അവരെ തെറ്റ് പറയുന്നില്ല. എന്നാൽ അതിനിടയിൽ തന്നെ അവർ അറിഞ്ഞോ അറിയാതെയോ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് 100 വർഷത്തിൽ താഴെ മാത്രം ഉള്ള ഒരു സംവിധാനമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ അവർ നടത്തിയത് അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഞാൻ ഇത് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പെന്തക്കോസ്ത് എന്ന് പറയുന്നതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യകത എനിക്കുണ്ട്. ഞാൻ പെന്തക്കോസ്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന IPC എന്ന അബ്രിവിയേഷനിൽ അറിയപ്പെടുന്ന ആ ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ ആ ഡിനോമിനേഷനിലെ പാസ്റ്ററാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഞാൻ പെന്തക്കോസ്തിലെ ഒരു സെമിനാരി പ്രൊഫസറും കൂടിയാണ്. അപ്പോൾ എൻ്റെ ജോലിയാണ് അതെന്താണ് എന്ന് വിശദാംശം പറയേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്നവർ വളരെ കാര്യമായിട്ട് ഇത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പെന്തക്കോസ്ത് അതുപോലെ പെന്തക്കോസ് ഉണർവ് അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽ റിവൈവൽ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സാധാരണയായിട്ട് ഇവിടെയുള്ള മുഖ്യധാര എപ്പിസ്കോപ്പൽ ചർച്ചുകൾ ആണ് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള സഭകൾ എന്ന് മിക്ക പേരും ധരിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് പലരും വരികയോ അല്ലെങ്കിൽ അത് ക്രമമായി വായിക്കുകയോ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ പഠന മനസ്സോടെ അതിന് ഒരു അർത്ഥം കണ്ടെത്തുവാനോ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. കാരണം കുറേ ചിട്ടകളും ആചാരങ്ങളും അതുപോലെ ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ഈ വിധമായ കാര്യങ്ങൾ മനസ്സിൽ എങ്ങനെയൊക്കെയോ നുഴയിച്ചു കയറ്റി അത് അപ്പനപ്പന്മാരുടെ കാലം മുതൽ ഇങ്ങനെ അത് ആചരിച്ചു പോരുകയാണ്. അപ്പോൾ അത് എന്താണെന്നോ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ അല്ലെങ്കിൽ ലോക മനുഷ്യന് ദൈവം നൽകിയ നിയമത്തിൻ്റെ പുസ്തകമായ ആ വിശുദ്ധ ബൈബിളിൻ്റെ ആഖ്യാനങ്ങൾ എന്താണെന്നോ അറിയുവാൻ ഒരു ശ്രമം ഒരു വേള ആൾക്കാർ നടത്തുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല പല മത മേലധ്യക്ഷന്മാരും അത് മനസ്സിലാക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ ജനങ്ങൾ അത് അറിയാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് എൻ്റെ ഈ കേൾവിക്കാരോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം നന്നായിട്ട് വായിക്കുക. അപ്പോൾ ആ പുതിയ നിയമത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് എന്താണ് ക്രൈസ്തവ സഭയെന്നും ക്രൈസ്തവ സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണെന്നും അതുപോലെ ഉപദേശങ്ങൾ എന്താണെന്നും ഒക്കെ അതിൽ കൂടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. ഇല്ല എങ്കിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരും. ഇനി ഒന്നുകൂടി പറയാം, മറ്റ് മതങ്ങളുമായിട്ട് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ക്രൈസ്തവ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രൈസ്തവ സംവിധാനം എന്നാൽ മറ്റ് മതങ്ങളുമായിട്ടുള്ള രീതികളിൽ അത് പലതിലും
ബന്ധപ്പെട്ടും ആചാര അനുഷ്ഠാനങ്ങൾ ഏതാണ്ട് ഒന്നായിട്ട് പോകുന്ന രീതിയിലുമുള്ള അവിടെ കാണിക്കുന്നതിൻ്റെ മറ്റൊരു ആവർത്തനമായിട്ട് ഇവിടെ ക്രൈസ്തവ സംവിധാനത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിട്ടും അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ കാണുന്നതിൻ്റെ ഒരു പാഠഭേദമായിട്ടുള്ള ചിന്തകളോ ആഖ്യാനങ്ങളോ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളോ ഒക്കെയാണ് ക്രൈസ്തവികത എന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കി പോരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ക്രിസ്ത്യാനിത്വം എന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാലം മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല, വിശുദ്ധ ബൈബിൾ അവൈലബിൾ ആണ്, പല ഭാഷകളിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങൾ ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലേക്കാളും അല്പം എളുപ്പമുള്ള സമയമാണ് നാം ജീവിക്കുന്ന ഈ 21ാമത്തെ നൂറ്റാണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെന്തക്കോസ്ത എന്ന് പറയുന്ന ആ വാക്ക് എവിടുന്ന് വന്നു എന്നുള്ളതാണ്. പെന്തക്കോസ്ത എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവിഭാഗം നിങ്ങൾക്കറിയാം, അബ്രഹാമിന്റെ സന്തതി പരമ്പരകളായിട്ട് വന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമായിട്ട് മാറിയ ആ ഒരു ജനത, ആ ജനതയ്ക്ക് അവരുടെ പാസ്റ്റർ എന്ന് വിളിക്കാൻ കഴിയുന്ന മോസസിന്റെ കാലത്ത് ആണ് അവർക്ക് നിയമസംഹിതകൾ നൽകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 10 കൽപ്പനകൾ അല്ലെങ്കിൽ 10 കമാൻഡ്മെന്റ്സ് അല്ലെങ്കിൽ ഡെക്കലോഗ് എന്ന് വിളിക്കുന്ന ദശശാസനങ്ങൾ എന്ന് ഒക്കെ വിളിക്കുന്ന അതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ടുള്ള 100 കണക്കിന് ഉപകൽപ്പനകളും വേണ്ട 613 ഉപകൽപ്പനകളുടെ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന നിയമങ്ങൾ, അതുപോലെ വസ്ത്ര നിയമം, ഭക്ഷണ നിയമം, കൃഷി നിയമം, അവരുടെ കസ്റ്റമറി ലോ, അതുപോലെ കോർട്ട് ലോ, അതുപോലെ വിവാഹ നിയമം, ഇങ്ങനെ തുടങ്ങി അവരുടെ സമസ്ത ജീവിത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമ സംവിധാനങ്ങൾ എല്ലാം അവർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആരാധനാ സംവിധാനങ്ങൾ നൽകുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർക്ക് ഉത്സവങ്ങളോട് നൽകിയിരുന്നു. യാഗാദി കർമ്മങ്ങൾ അവർക്കുണ്ട്, അതോടൊപ്പം തന്നെ ഉത്സവങ്ങൾ നൽകിയിരുന്നു. അങ്ങനെയുള്ള ഉത്സവങ്ങളിൽ 3 വളരെ പരമപ്രധാനമായിട്ട് അവർ പിന്നീട് കണ്ടത്. എന്ന് പറഞ്ഞാൽ 1 പെസഹ, അതുപോലെ 2 കൂടാര പെരുന്നാളാണ്, 3ാമത്തേതാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ ആണ് നമ്മളിത് കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും നമ്മൾക്ക് ഈ 3 പെരുന്നാളുകൾ കാണാം. അപ്പോൾ പെസഹായെക്കുറിച്ച് പല ആവർത്തി അതേ പദം തന്നെ പറഞ്ഞ് പുതിയ നിയമത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ കൂടാര പെരുന്നാളിനെ കുറിച്ച് ആ വാക്ക് പ്രത്യേകം പറയാതെ ആണ് കൂടാര പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ അവിടെ പെരുന്നാളിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഉത്സവത്തിന് മഹാദിവസമായി ഒടുക്കത്തെ നാളിൽ യേശു വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ഇച്ഛിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് താൻ കൊടുക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. യേശു തേജസ്കരിക്കപ്പെടാകിയാൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടാരപ്പെരുന്നാളിന്റെ അവസാനത്തെ ദിവസം നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി ഉള്ള കാര്യമാണ് യേശുവോട് വിവരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാൽ 3ാമത്തേത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. പെൻറ്റ എന്ന വാക്കിന്റെ അർത്ഥം 50 എന്നാണ്, അല്ലെങ്കിൽ 50. എന്താണ് പെന്തക്കോസ്ത് അല്ലെങ്കിൽ എന്താണ് പെന്തക്കോസ്ത് പെരുന്നാൾ? ഇസ്രായേലിയരുടെ പെസഹ എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രമുള്ളതല്ല, ചില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് പെസഹ. അപ്പോൾ പെസഹ കഴിഞ്ഞു വരുന്ന ആ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ, അന്നാണ് ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുന്നത്. ആ ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുന്ന അന്ന് മുതൽ 50ാമത്തെ ദിവസമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേൾവിക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു. 50ാമത്തെ ദിവസം എന്ന് പറഞ്ഞ വെറുതെ 50ാം ദിവസം എന്ന് പറയില്ല, ഇവിടം തുടങ്ങിയുള്ള 50ാം ദിവസമാണെന്നല്ലേ അറിയേണ്ടത്. ആദ്യഫലക്കറ്റ നീരാജനം ചെയ്യുന്ന അന്ന് മുതൽ 50ാമത്തെ ദിവസമാണ് ഈ പറയുന്ന പെന്തക്കോസ്ത്. അപ്പോൾ പെന്തക്കോസ്ത് പെരുന്നാൾ. ഇനിയും പുതിയ നിയമത്തിന്റെ സംവിധാനത്തിലേക്ക് വരാം. പെന്തക്കോസ്ത് പെരുന്നാളിൽ നടക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇസ്രായേലിന്റെ കാര്യം എൻ്റെ കേൾവിക്കാർക്ക്
ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്പം കൂടെ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഞാനത് വ്യക്തമായിട്ട് പറയാം. പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ആ കാര്യം പറയുമ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ അവരുടെ സെൻസസ് എടുക്കുക എന്ന് പറയുന്നത് 20 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാരെ മാത്രമാണ്. സ്ത്രീകളുടെ കാര്യങ്ങൾ അവിടെ വ്യക്തമല്ല, അവരുടെ കണക്കും അങ്ങനെ എടുക്കാറില്ല. എന്നാൽ പുരുഷന്മാരുടെ എണ്ണമാണ് അവിടെ പറയുന്നത്. അപ്പോൾ 20 വയസ്സിന് മുകളിലോട്ടുള്ള പുരുഷന്മാർ, ആ പുരുഷന്മാർ യെരുശലേമിൽ വന്ന് എത്തുവാൻ കഴിയുന്ന എല്ലാ പുരുഷന്മാരും പെന്തക്കോസ്ത് പെരുന്നാളിൽ അവര് യെരുശലേമിൽ അല്ലെങ്കിൽ അവരുടെ ആരാധനാ മണ്ഡലം ആയിരിക്കുന്ന അല്ലെങ്കിൽ ആരാധന കേന്ദ്രമായിരിക്കുന്ന ജെറുസലേമിൽ അവർ വന്നെത്തും. അപ്പോൾ അങ്ങനെ അവർ വന്നെത്തിയ ആ ദിവസമാണ് യേശുവിൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ കാത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ യേശു പലയാവർത്തി അവരോട് പറഞ്ഞ കാര്യമാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ വിശദാംശം പറയുന്നുണ്ട്, അതുപോലെ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെയൊക്കെ പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സത്യത്തിലും നീതിയിലും സത്യത്തിലും ഒക്കെ നടത്തും. അതുപോലെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഉപദേശിക്കും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ബോധം വരുത്തും. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു വാക്കുകൂടെ ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയല്ല, വ്യക്തിയാണ്. പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് വെറും ശക്തിയാണെന്നാണ്. പക്ഷേ ശക്തിയല്ല പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിടത്ത് അത് അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയുന്ന ആ പ്രയോഗമല്ല കൊടുത്തിരിക്കുന്നത്. വ്യക്തിത്വമുള്ളയാളാണ് അവൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പലയിടത്തും നമ്മൾ ദേഹരൂപത്തിൽ കാണാത്തത് കൊണ്ട് പരിശുദ്ധാത്മ വ്യക്തിയല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുപോലെ പാലാക്ലൈത്ത എന്ന് പറയുന്ന പദമാണ് യേശു, അല്ലെങ്കിൽ കൗൺസിലർ എന്നൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ പദമാണ് യോഹന്നാന്റെ 14-ാം അധ്യായത്തിലൊക്കെ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തന്നോട് തത്തുല്യനായ, തനിക്ക് ഈക്വലായ, തനിക്ക് പകരം നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന പരിശുദ്ധാത്മ. അപ്പോൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തു വ്യക്തിയാണ്, മാത്രമല്ല യേശുക്രിസ്തു ദൈവമാണ്. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ജീവനെ ഹോമിക്കുവാൻ ഭൂമിയിൽ അവതാരം ചെയ്ത ദൈവത്തിന്റെ ഏക അവതാരമാണ് യേശുക്രിസ്തു. അപ്പോൾ ആ യേശുക്രിസ്തുവിന്റെ തത്വലിനാൻ നിൽക്കണമെങ്കിൽ അത് ഒരു ശക്തി മാത്രമാകുമോ? അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്നാണ് നാം അറിയേണ്ടത്. അപ്പോൾ ഈ യേശു പറഞ്ഞത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുതെന്ന് ഇത് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു പറയുന്നത് നമ്മൾക്ക് കാണാം. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത് AD 29-ലാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, AD 29-ലാണ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. യേശു ക്രിസ്തു 40 ദിവസങ്ങളോളം താന് ജീവിച്ചിരിക്കുന്നുവെന്ന് പലർക്കും പ്രത്യക്ഷനായി തെളിയിച്ചു. നിങ്ങൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 15-ാമത്തെ അധ്യായം വായിച്ചാലേണ്ട 514 പേർക്ക് യേശു പ്രത്യക്ഷനായത് അവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ പല ആവർത്തി യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷീഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യെശു പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. പഴയ യെരൂശലേമിൽ നിന്ന് 1.6 കിലോമീറ്റർ ദൂരമുള്ള, അല്ലെങ്കിൽ പഴയ യെരൂശലേമിൽ നിന്ന് വെളിയിലുള്ള ഒലിവ് മലയിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. ശിഷ്യന്മാര്, ഗലീല പുരുഷന്മാരുമൊക്കെ അവിടെ നോക്കി നിൽപ്പുണ്ട്. ആ അവസരത്തിൽ യേശു ക്രിസ്തുവിനോട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഗുരു, നീ ഇക്കാലത്തിലോ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, യേശുവിനോട് ശിഷ്യന്മാരുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്ന ചിന്ത, അവർ പ്രതിനിധിയായി ശീമോൻ പത്രോസ് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്കറിയാം. നാഥ, ഞങ്ങൾ എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്നും യേശുവിനെ അനുഗമിക്കുന്ന പലരുടെയും മനസ്സിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചോദ്യമാണിത്. ഞങ്ങൾ പലതും വിട്ടാണല്ലോ യേശുവെ അങ്ങേ അനുഗമിച്ചത്, ഞങ്ങൾക്ക് എന്നാ കിട്ടും? യേശു പറഞ്ഞു, നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഇത് കേട്ടപ്പോൾ മുതൽ അവരുടെ മനസ്സിൽ എങ്ങനെങ്കിലും നമ്മൾക്ക് ഈ ഒരു സിംഹാസനം ഒന്ന് ലഭിക്കുക എന്നുള്ളതാണ്.
പക്ഷേ യേശുവിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് അവർക്ക് വ്യക്തമായിരുന്നില്ല. അവർക്ക് സിംഹാസനം ഉടനെ കിട്ടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മെനക്കേടും കൂടാതെ, ഒരു അധ്വാനവും കൂടാതെ ആ സിംഹാസനം പിടിച്ചു പറ്റുക എന്നുള്ളത് അത് അവർക്ക് മാത്രമല്ല നമുക്കൊക്കെ താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, സിംഹാസനം കിട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നാമ്പുറത്ത് ചില അധ്വാനത്തിന്റെയും അതുപോലെ ക്ഷീണത്തിന്റെയും പ്രയത്നത്തിന്റെയും ഒക്കെ അനുഭവം ഉണ്ടാകണം. അത് നമ്മുടെ ഈ ക്രൈസ്തവ സംവിധാനത്തിൽ മാത്രമല്ല, രാഷ്ട്രീയ മണ്ഡലത്തിലുമൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് കാണാം. പലരും പല നേതാക്കന്മാരായിട്ട്, എല്ലാവരെയും കുറിച്ചല്ല, പലരും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇക്കാലത്ത് അതിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പിന്നിൽ കരളലിയിക്കുന്ന കല്ലുകൾ പോലും കരയുന്ന രീതിയിലുള്ള പല കഥനകഥകൾ അതിന്റെ പിന്നാലെയുണ്ട്. അപ്പോൾ യേശു പറഞ്ഞത് നിങ്ങൾക്ക് ആദ്യം സിംഹാസനം കിട്ടുകയല്ല എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച ചോദ്യം, അവരുടെ മനസ്സിലെ ചോദ്യം എന്ത് കിട്ടുമെന്നാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ടാണ് ഇവിടെ ഈ ഇസ്രായേൽ നീ ഇക്കാലത്തിലോ രാജ്യപദാസ്ഥാനത്താ കൊടുക്കുക എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കസേര കിട്ടാൻ സമയമായോ എന്നാണ് ചോദിച്ചത്. യേശു അതിന് മറുപടിയാണ് പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിലെ ആരംഭ ഭാഗങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. യേശു അതിന് മറുപടി പറഞ്ഞത്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ജെറുസലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ശരിയായിട്ടത് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾ എൻ്റെ രക്തസാക്ഷികളാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ യേശു ചോര കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയത്, പ്രസംഗം നടത്തിയല്ല ജനങ്ങളെ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് വീണ്ടെടുത്തത് തൻ്റെ ചോര കൊടുത്താണ്. അതുകൊണ്ട് നിങ്ങൾ അത് എനിക്ക് വേണ്ടി ഒഴുക്കേണ്ട ഒരു അവസരമുണ്ടെങ്കിൽ അതും കൂടെ തരുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയിലേക്കാണ് നിങ്ങളെ ഞാൻ റിക്രൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓർക്കുക, ഇനിയും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. യേശു ഉയർത്തെഴുന്നേറ്റ അന്ന് വൈകിട്ട്, ദ വെരി ഈവനിങ് ഓഫ് ഹിസ് റിസറക്ഷൻ ആണ് നമ്മൾ കാണുന്നത് യേശു കൊടുത്ത മഹാദൗത്യം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ് മത്തായി സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ യേശു കൊടുത്തത്. ഇനിയും അത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, അത് പലസ്തീന്റെ വടക്കൻ ഭാഗമായ ഗലീല അല്ലെങ്കിൽ ഗലീലിയ എന്ന് പറയുന്ന ആ പ്രവിശ്യയിൽ വെച്ചാണ് അവർക്ക് അത് യേശു നൽകുന്നത്. എന്നാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന അത് ആണ് ലാസ്റ്റ് കമ്മീഷൻ. യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് അല്ലെങ്കിൽ ഓൺ ദ വെർജ് ഓഫ് ഹിസ് അസെൻഷൻ ആണ് യേശു അത് നൽകുന്നത്. അവിടെ യേശു പലസ്തീന്റെ താഴ്ഭാഗമായ യഹൂദ്യ എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ ആ പ്രവിശ്യയിൽ വെച്ചാണ് യേശു അത് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ രണ്ട് ദൗത്യം കൊടുക്കുന്ന അതിന്റെ കാലവിളംബം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50 ദിവസത്തെ ഗ്യാപ്പ് ഇതിനിടയിൽ ഉണ്ടെന്ന് ശ്രദ്ധിക്കണം. എന്തായാലും രണ്ടിലും പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയും യേശു പറഞ്ഞത് മഹാദൗത്യം കൊടുക്കുമ്പോഴും അതുപോലെ ഈ അന്ത്യദൗത്യം കൊടുക്കുമ്പോഴും ഒക്കെ യേശു പറഞ്ഞു നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്നാണ്. പെന്തക്കോസ്തുകാര് എന്തിന് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നു? പെന്തക്കോസ്തുകാർ എന്തിനാണ് അവരുടെ ഉപദേശങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, എല്ലാ മതങ്ങളും ഇത് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും പറയുന്നുണ്ട്. അവരവർ ഉപദേശങ്ങൾ അത് പാട്ടിൽ കൂടിയോ കഥയിൽ കൂടിയോ അതുപോലെ മറ്റ് കലാരൂപങ്ങളിൽ കൂടിയോ പ്രഭാഷണങ്ങൾ കൂടിയോ ഒക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പെന്തക്കോസ്തുകാര് എന്ന് കളിയാക്കി പലരും പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന വിഭാഗം എന്തുകൊണ്ട് ഇത് പറയുവാൻ തുനിയുന്നു എന്ന് പറഞ്ഞാൽ ശരിയായിട്ട് ക്രിസ്ത്യാനിത്വം എന്നാണ് പറയേണ്ടത്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ പെന്തക്കോസ്തുകാരെന്ന് ഇപ്പോൾ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിഭാഗം എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഇതാണ്. യേശു പറഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു മഹാദൗത്യം ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ അവിടെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ അതിന്റെ അവസാനത്തെ ഭാഗത്ത് യേശു പറഞ്ഞത്, ഞാനത് ശരിയായിട്ട് അത് ഇംഗ്ലീഷിൽ നിന്നും മറ്റ് പരിഭാഷകളിൽ നിന്നുള്ള പരിഭാഷ ഞാൻ മലയാളത്തിലേക്ക് പറയാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ഉപദേശിച്ച് സകല ജാതികളെയും നിങ്ങൾ ശിഷ്യരാക്കി പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും നിങ്ങൾ അവരെ സ്നാപനം കഴിപ്പിപ്പീൻ. ഞാനോ യുഗത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞത്
Christianity can be called as a propagating religion or propagating ഡിനോമിനേഷൻ. അപ്പോൾ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് പ്രഘോഷണം നടത്തണം, പറയണം, പോയി പറയണം. അവരിങ്ങോട്ട് വിളിച്ച് പറയണമെന്നല്ല, അവർ എവിടെയാണോ അവിടെ നിങ്ങൾ എത്തി പറയണമെന്നാണ്. ഇനിയും അന്ത്യദൗത്യം കൊടുക്കുമ്പോഴും അവിടെയും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്നാണ്. അപ്പോൾ സാക്ഷികളാകും എന്ന് പറയുമ്പോൾ എവിടെ? ആരും അറിയാത്തവരുടെ ഭാഗത്ത് നിന്ന് ആരും കേൾക്കാതെ പറയണമെന്നാണോ? അല്ല. അപ്പോൾ ഈ കോർണർ മീറ്റിങ്ങും ഒക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സ്ട്രീറ്റ് മീറ്റിംഗ്, അല്ലെങ്കിൽ ഓപ്പൺ എയർ മീറ്റിംഗ് എന്നോ പരസ്യയോഗം എന്നൊക്കെ പറയുമ്പോൾ, കൺവെൻഷൻ എന്നോ സുവിശേഷ മഹായോഗം എന്നോ ഒക്കെ പറയുമ്പോൾ, അവിടെ ജനങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടി അവരിലേക്ക് ചെന്ന് പറയുന്ന ഒരു രീതിയാണ് ഞങ്ങൾ അവലംബിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതാണ് ഞങ്ങളുടെ നാഥൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ശ്രദ്ധിക്കണം. ഇനിയും ക്രൈസ്തവ സഭ എന്ത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രൈസ്തവ സഭയെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ AD 29 ജൂൺ മാസത്തിൽ നടന്ന, അല്ലെങ്കിൽ യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം നടന്ന 10ാമത്തെ ദിവസം, ആ പെന്തക്കോസ് പെരുന്നാളിൽ യേശു പറഞ്ഞ വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടി യെരുശലേമിലുള്ള മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മയായ മറിയുടെ മാളിക മുറി, ഇംഗ്ലീഷിൽ നിന്ന് പറഞ്ഞാൽ അത് അപ്പർ റൂമാണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഏതാണ്ട് 120 അധികം ആൾക്കാർക്ക് ഒരുമിച്ച് സമ്മേളിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഹാൾ വീടിന്റെ മുകളിലത്തെ നിലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ധനാഢ്യ കുടുംബമാണെന്നാണ് അറിയേണ്ടത്. വിശ്വസിക്കുന്നത് യേശുക്രിസ്തു അന്ത്യത്താഴം നടത്തിയത് അവിടെയാണ്. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞത് കേട്ട് കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേലും ആ സംഘത്തിന്മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സഭ ഉദ്ഘാടനം ചെയ്ത് അവിടെയാണ്. മാത്രമല്ല ജെറുസലേമിലെ AD 1-ാം നൂറ്റാണ്ടിൽ ജെറുസലേം സഭ സമ്മേളിച്ചിരുന്നത് അവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ പറയുന്ന AD 29 പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ആ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാര് ഇസ്രായേലികൾ അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ സമ്മേളിച്ചിരിക്കുന്നതിന്റെ അകത്തും ഈ 120 പേരുടെ സംഘത്തിന്റെ ശബ്ദം അതിന് മുകളിലായി. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ കൊടുത്തതുപോലെ, അല്ലെങ്കിൽ സംസാരിക്കാൻ കൊടുത്തതുപോലെ അവർ അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങിയെന്നാണ്. അപ്പോൾ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ അന്യഭാഷ നിന്നുപോയെന്നാണ്. ബ്രദറുകാർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ വേർപാട് സഭ എന്ന വിഭാഗം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ബാപ്റ്റിസ്റ്റ് സഭകളുമൊക്കെ അത് പഠിപ്പിക്കുന്നവരാണ്. ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ചില വിഭാഗങ്ങളും അത് പഠിപ്പിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബ്രദറുകാരാണ് തോന്നിപ്പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 8-9 വാക്യങ്ങൾ വായിക്കുന്നത്, അവിടെ പ്രവചനമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. അപ്പോൾ അതിനെ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വാദഗതികൾ ശരിയാക്കാൻ വേണ്ടിയാണ്. അവരെ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രവചനമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അല്ലെങ്കിൽ അന്യഭാഷയോ അല്ലെങ്കിൽ അതർ ടങ്സോ അത് മാറിപ്പോകും, ജ്ഞാനമോ നീങ്ങിപ്പോകും. പക്ഷെ ഞാൻ ബ്രദർകാരോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, പല പ്രാവശ്യം തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്, ആട്ടെ 3 കാര്യങ്ങൾ നീങ്ങിപ്പോകുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പ്രവചനം, അതുപോലെ ഭാഷാപരം, അതുപോലെ ജ്ഞാനം. ഇത് 3 നീങ്ങിപ്പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജ്ഞാനം കൂടിക്കൂടിയല്ലേ വരുന്നത്. 2 നിന്നു പോകും എന്ന് പറഞ്ഞ് നിന്ന് പോയെന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ 3-ാമത്തെ നിന്ന് പോകണം. ഇനി 3-ാമത്തെ നിന്ന് പോയില്ലെങ്കിൽ 2 നിന്ന് പോയില്ലെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. ഇനി 2 പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകുന്നതാണ്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്, പൂർണ്ണമായത് എന്ന് അവർ പറയുന്നത് ഈ ബൈബിളാണ്. ബൈബിൾ പൂർണ്ണമായിട്ട് വന്നപ്പോൾ അത് അംശമായിട്ടുണ്ടായിരുന്ന ഈ അന്യഭാഷ നിന്നുപോയെന്നാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇതിന്റെ ചരിത്രങ്ങൾ പറയാം. പെന്തക്കോസ്തിന്റെ ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് ഈ പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ കുറച്ച് ദിവസങ്ങൾ ഈ അന്യഭാഷ പറഞ്ഞിട്ട് അത് സീസായി അല്ലെങ്കിൽ നിന്നുപോയി എന്നല്ല ചരിത്രം പഠിപ്പിക്കുന്നത്. ചരിത്രം പഠിപ്പിക്കുന്നത് നൂറ്റാണ്ടുകളിലൂടെ അന്യഭാഷയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നാണ്. ഇനി ശ്രദ്ധിക്കണം, പൂർണ്ണമായത് എന്ന് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്
അത് ദൈവസഭ ഇവിടുന്ന് യേശുവിന്റെ കാഹളത്തിങ്കൽ ഇവിടുന്ന് എടുക്കപ്പെട്ട് സ്വർഗതലത്തിൽ എത്തുമ്പോൾ അതാണ് പൂർണ്ണമായതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി പറയാം, നിങ്ങളുടെ മകൾ വിദേശത്താണ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്താണ്, നിങ്ങളെ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ഒരു മീഡിയമുണ്ട്, ഈ ഫോൺ എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ കൂടിയാണ് വിളിക്കുന്നത്. എന്നാൽ മോൾ യൂറോപ്പിൽ നിന്ന് നാട്ടിൽ വന്നു, അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇപ്പുറത്തെ മുറിയിലോട്ട് അപ്പനോട് സംസാരിക്കണമെങ്കിൽ ഇന്റർകോം വഴിയോ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി കടന്ന കൈയാകും, നേരെ വർത്താനം പറയാമല്ലോ. അപ്പോൾ ഇപ്പോൾ യേശുവിനെ നേരിട്ട് നമ്മുടെ അടുക്കലില്ല, നാം വിശ്വാസവിധേയമായി അംഗീകരിക്കുകയും ആത്മീകമായി നമ്മൾ യേശുവിനെ ഉൾക്കൊള്ളുകയും യേശുവിനെ നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അക്ഷരീയമായി നേരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിന്റെ കാഹളം ധ്വനിച്ച് നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ട് സ്വർഗത്തിലെത്തുമ്പോൾ പിന്നെ അന്യഭാഷ എന്ന് പറയുന്ന ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല, നേരിട്ട് പറയല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ അന്യഭാഷ ഇവിടെ വെച്ച് ഇപ്പൊ നിന്നുപോയെന്നല്ലേ പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉച്ചരിക്കുവാൻ കൊടുത്ത പോലെ സംസാരിച്ചെന്നാണ്, അല്ലാതെ അവരവർക്ക് ഇഷ്ടമുള്ള ഭാഷ അവർ തിരഞ്ഞെടുത്ത് സംസാരിച്ചെന്നൊന്നുമല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ശരിയായിട്ടുള്ള സഭ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പുരോഹിത ശ്രേണിയോ അതുപോലെ ഈ പറയുന്ന രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോ ഒക്കെ നടക്കുന്ന ഒരു സഭയല്ല. സഭ, ക്രൈസ്തവ സഭ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമം നന്നായിട്ട് വായിക്കണം. ആ ന്യൂ ടെസ്റ്റ്മെന്റിൽ പ്രത്യേകിച്ച് ലേഖനങ്ങൾ വായിച്ചാൽ സഭയുടെ ഉപദേശം എന്താണെന്നറിയാം. റോമാലേഖനം തുടങ്ങിയുള്ള ആ ലേഖനങ്ങൾ വായിച്ചാൽ എന്താണ് സഭയുടെ ഉപദേശം എന്നറിയാം. ഇനിയും ആദ്യകാലത്ത് ഈ ക്രിസ്ത്യാനിത്വത്തെ വിളിച്ചിരുന്ന ആ പേരിലല്ല, ക്രിസ്ത്യാനിറ്റി എന്നുള്ള പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. ഇത് നസ്രായ മതം എന്നാണ് വിളിച്ചത്, അറിയാമല്ലോ, നസ്രനായ യേശു. അപ്പോൾ ജീസസ് ഓഫ് നാസറേത്ത് എന്ന് പറയുന്ന, അപ്പോൾ അതിൽ നിന്നാണ് നസ്രായ മതം എന്നുണ്ടായത്. പിന്നീടാണ് അന്ത്യോക്യയിൽ വെച്ച് കളിയാക്കിയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ക്രൂശിൽ തൂങ്ങി മരിച്ച റോമാക്കാരുടെ ഭാഷയിൽ അവർക്ക് ഈ കുരിശിൽ തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ ശാപമാണ്, നിന്ദയാണ്. ഇനി ആവർത്തന പുസ്തകം നിങ്ങൾ വായിച്ചാൽ അവിടെയും നിങ്ങൾക്ക് കാണാം, ഗലാത്യയിലെ 3-ാം അധ്യായത്തിൽ ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും ശ്രദ്ധിച്ചാൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ഭാഷയിലും റോമാക്കാരുടെ ഭാഷയിലുമൊക്കെ ശാപഗ്രസ്തനായി മാറിയ അന്നേക്കാലത്ത് ശാപത്തിന്റെ ചിഹ്നമെന്ന് വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖം എന്ന് പറഞ്ഞിരുന്ന രീതിയാണ് ഈ മരത്തിൽ തൂങ്ങുക അല്ലെങ്കിൽ കുരിശിൽ തൂങ്ങുക എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മരത്തിൽ അല്ലെങ്കിൽ കുരിശിൽ തൂങ്ങി മരിച്ചവന്റെ പിന്നാലെ പോകുന്ന കുറെ വർഗങ്ങൾ അല്ലെങ്കിൽ കുറെ ജനങ്ങൾ എന്ന് കളിയാക്കി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന പേരിലാണ് ക്രിസ്ത്യൻസ് എന്ന പേരിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പേരുണ്ടായത്. ഇന്ന് ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടെ കാണുന്ന കാര്യമാണ്. പക്ഷേ ക്രിസ്തു സ്ഥാപിച്ച സഭ എന്താണെന്ന് നമ്മൾ അറിയുമ്പോൾ, ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ അതിന്റെ വിശദാംശങ്ങളൊക്കെ പറയുവാൻ വേണ്ടി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. അപ്പോൾ പെന്തക്കോസ്ത് എന്ന് പറയുന്ന, പെന്തക്കോസ്ത് ഉണർവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള ധാരണ പശുകൾ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു വരുവാനുള്ള ശ്രമമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, AD 29 അവിടെ ജെറുസലേമിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഇത് മുൻപോട്ട് പോയില്ല എന്നൊരു ധാരണയാണ് പലരുടെയും മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭയല്ല, ആക്ച്വലി ഇതൊരു അനുഭവമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ അനുഭവമുള്ളവരെയാണ് ആക്ച്വലി പെന്തക്കോസ്തുകാരെന്ന് വിളിക്കേണ്ടത്. ശരിയായിട്ട് ഇതിനെ ക്രിസ്ത്യാനിത്വം എന്നാണ് പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ പുതിയ നിയമം വരച്ചു കാണിക്കുന്ന സഭ എന്ന് പറയുന്നത്, അതിന്റെ രീതികൾ കാണിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ചിട്ടകൾ കാണിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ട് ഇതിനെ ഒറിജിനൽ ക്രിസ്ത്യാനിത്വം എന്നാണ് പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് പല വിഭാഗങ്ങളുള്ളത് കൊണ്ട്, ജോക്കബൈറ്റ്, അതുപോലെ ഓർത്തഡോക്സ്, മർത്തോമൈറ്റ്, അതുപോലെ ഇവാഞ്ചലിക്കൽ, CSI, ലൂഥറൻ, മെത്തോഡിസ്റ്റ്, ഇങ്ങനെ ഒത്തിരി സഭാ വിഭാഗങ്ങളുള്ളത് കൊണ്ട് ആൾക്കാർ പ്രത്യേകിച്ച് ഓരോന്നിനെയും വിളിക്കുന്ന പേരതായതുകൊണ്ട് പെന്തക്കോസ്തുകാരെന്ന് ഞങ്ങളെയൊക്കെ വിളിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ശരിയായിട്ടത് ഒരു അനുഭവമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ AD 29 ഈ ആത്മ അനുഭവം ഉണ്ടായതിനു ശേഷം ഇത് നിന്നുപോയില്ല എന്ന് ഉള്ള തെളിവ് പറയാം. ഞാൻ ആദ്യമായിട്ട് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന കാര്യം പറയാം. ശമറിയയിൽ ഉണ്ടായ ആത്മപകർച്ചയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കൈസരിയിൽ അല്ലെങ്കിൽ സീസറിയിൽ
കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഉണ്ടായ, അല്ലെങ്കിൽ ശതാധിപനായ, സെഞ്ചൂറിയനായ, വിജാതീയനായിരുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഉണ്ടായ പരിശുദ്ധാത്മ വ്യാപാരവും അതുപോലെ പരിശുദ്ധാത്മ പകർച്ചയും ഒക്കെ നമ്മൾക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യം മുതൽ 46-ാമത്തെ വാക്യം വരെയും കാണാം. അതുപോലെ പൗലോസിന്റെ കൈവപ്പിനാൽ എഫെസോസിൽ ഉണ്ടായ പരിശുദ്ധാത്മ പ്രവർത്തനം, അത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണാം. അപ്പോൾ ഇതൊക്കെ തെളിവ് നൽകുന്നത് AD 1-ാമത്തെ നൂറ്റാണ്ടിൽ AD 29 അന്യഭാഷ കുറച്ചുപേര് പറഞ്ഞിട്ട് അത് അവിടം കൊണ്ട് ചത്തുപോയി അല്ലെങ്കിൽ നിന്നുപോയി, അതായിരുന്നു ആരംഭവും അവസാനവും എന്ന് പറയുന്ന അതിന് എതിരാണ് വിശുദ്ധ ബൈബിൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി നിങ്ങൾ വിമർശിച്ചോളൂ, കുഴപ്പമില്ല, അതിന് തെറ്റൊന്നുമില്ല. അത് അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിമർശിക്കുമ്പോഴും ഇതിന്റെ സത്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ ഒരു ശ്രമം കൂടെ നടത്തുക. കണ്ണടച്ചിരുട്ടാക്കി ഇരുട്ടാണെന്ന് പറയുന്നതല്ല, ഇരുട്ടാണെങ്കിൽ ഇരുട്ടാണെന്ന് പറയണം. എന്നാൽ ഇരുട്ടല്ലെങ്കിൽ ഇരുട്ടല്ലെന്നും കൂടെ പ്രസ്താവിക്കുവാനുള്ള ആർജവം ഉണ്ടാകണം. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനിയും ലോകവ്യാപകമായി ഇന്ന് പെന്തക്കോസ്തിന്റെ പ്രവർത്തനം നടക്കുകയാണ്. ഞാനത് എന്താണെന്നുള്ള നൂറ്റാണ്ടുകളിലെ കുറെ കാര്യങ്ങൾ എല്ലാ നൂറ്റാണ്ടുകളെയും പറയുവാൻ ഈ ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത് കഴിയുകയില്ല. അതുകൊണ്ട് കുറെ നൂറ്റാണ്ടുകളുടെ കാര്യം പറയാം. വളരെ പ്രസക്തമായ നമ്മൾ മനസ്സിലാക്കുന്ന കുറെ നൂറ്റാണ്ടുകൾ. AD 2-ാമത്തെ നൂറ്റാണ്ടിനും 19-ാമത്തെ നൂറ്റാണ്ടിനും ഇടയിൽ 20-ലധികം കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ബർണാഡ് ബ്രസൽ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ 20-ലധികം, എന്നാൽ അതല്ല, അതിൽ കൂടുതൽ. അപ്പോൾ അദ്ദേഹം ഒരു ശരാശരി കണക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെയും കുറ്റം പറയുകയല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു എല്ലാ സമയങ്ങളിലും എല്ലാ നൂറ്റാണ്ടുകളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുകയും എല്ലാ ലോകരാജ്യങ്ങളിലും അത് സംഭവിച്ചില്ലെങ്കിലും അവിടങ്ങളിലായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുകയും അന്യഭാഷാ ഭാഷണം ഉണ്ടാവുകയും അതുപോലെ അല്ലെങ്കിൽ മറുഭാഷ എന്നിപ്പോൾ ആൾക്കാർ കളിയാക്കി പറയുന്ന അത് നടക്കുകയും പ്രവചനങ്ങളും കൃപാവരങ്ങളുടെ ശുശ്രൂഷയും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇതാ നടന്നുകൊണ്ടിരുന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ണ് അടച്ചിരുട്ടാക്കി ഇത് പറഞ്ഞാൽ അത് ഇരുട്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. ഇനിയും പെന്തക്കോസ്തിനെ എതിർക്കുവാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശ്രമിക്കും തോറും പെന്തക്കോസ്ത് വളർന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കിയാൽ പെന്തക്കോസ്ത് വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. ഇനിയും എല്ലാ കാലഘട്ടങ്ങളിലും ക്രിസ്തീയ അന്യഭാഷ അനിവാര്യമായിരിക്കുന്നുവെന്നാണ് ബ്രിട്ടാനിക്ക സർവവിജ്ഞാനകോശം അല്ലെങ്കിൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്ന എക്സ്പേർട്സുകൾ അവരെ വെറുതെ എഴുതി വെച്ചൊരു കാര്യമല്ല. ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ അറിയാമല്ലോ, വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ ലോകത്തിന്റെ നമ്പർ 1 എൻസൈക്ലോപീഡിയ എന്ന് പറയുന്ന അതിൽ കുറിച്ചിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. AD 2-3 നൂറ്റാണ്ടുകളിൽ പരിശുദ്ധാത്മദാനത്തിന്റെ തുടർച്ച ഉണ്ടായെന്നാണ് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ തെളിവ് നൽകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സഭാപിതാക്കന്മാരായ പലരും നിങ്ങൾക്കറിയാമല്ലോ, ഐറേണീസിനെ അറിയാം, ജസ്റ്റിൻ മാർട്ടിനെ അറിയാം, അതുപോലെ ഒറിഗണെ അറിയാം, ഇസൂബീസിനെ അറിയാം. അപ്പോൾ ഇതൊക്കെ സഭാചരിത്രം പഠിച്ചിട്ടുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവരിൽ നല്ല ശതമാനം പേരും പറയുന്നത് ഈ പറയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ AD 1-ാം നൂറ്റാണ്ടോടെ അവസാനിച്ചില്ല, 2-3 നൂറ്റാണ്ടുകളിൽ അതിന്റെ തുടർച്ചയുണ്ടായെന്നാണ് അവരുടെ എഴുത്തുകളിലും ഒക്കെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വരം ലഭിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കാണാൻ കഴിയുമെന്നാണ് 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ ജസ്റ്റിൻ മാർട്ടിർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 3-ാം നൂറ്റാണ്ട് അറിയാമല്ലോ, 1-ാം നൂറ്റാണ്ടിൽ ഓടെ അവസാനിച്ചില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടിർ പറഞ്ഞത് അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന് വരം ലഭിച്ച പുരുഷന്മാരെയും സ്ത്രീകളെയും കാണുവാൻ കഴിയുമെന്നാണ്. ഇനിയും സഭാപിതാവായിരുന്ന ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നൽകിയ വിവിധ ഭാഷകൾ പറയുകയും പ്രവചനവരം പ്രാപിക്കുകയും ചെയ്ത ധാരാളം സഹോദരങ്ങൾ സഭയിൽ ഉണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നുവെന്നാണ് സഭാപിതാവായ ഐറേനിയസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറയുന്ന പേരുകളൊക്കെ സഭാചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി 1-ാം നൂറ്റാണ്ട് അവസാനിച്ചില്ലെന്നാണ്. പാദുവായിലെ ആന്റണി, അതുപോലെ വിൻസെന്റ് ഫെറിയർ തുടങ്ങിയവർ അന്യഭാഷ വരം അല്ലെങ്കിൽ അതർ ടങ്സ് എന്ന് പറയുന്ന ആ ഗിഫ്റ്റ്
ലഭിച്ചവരായിരുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ പാതുവായിലെ ആന്റണി ഇത് പറഞ്ഞിരുന്നു, വിൽസൺ ഫൊറിയർ ഇത് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പാതുവായിലെ ആന്റണിയെ കുറിച്ച് കേൾക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരാൾ ഇത് പറഞ്ഞിരുന്നു എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ വരം ലഭിക്കുകയും അന്യഭാഷ പറയുകയും ചെയ്തവരാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നവീകരണ കർത്താവായിരുന്ന മാർട്ടിൻ ലൂതറിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ചരിത്രകാരനായ സാണർ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച്. അദ്ദേഹം പ്രവാചകനായിരുന്നു. ആരാണ്? മാർട്ടിൻ ലൂതർ. AD 1517 ഒക്ടോബർ മാസം 31-ാം തീയതി വിറ്റിൻബർഗ് അല്ലെങ്കിൽ റോമിലുള്ള വിറ്റിൻബർഗ് ദേവാലയത്തിന്റെ കഥകൾ, കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള 95 കുറ്റസമിതികൾ അല്ലെങ്കിൽ 95 തെസീസസ് എഴുതി വെച്ച് അന്നാണ് ഈ പറയുന്ന ഇദ്ദേഹം കത്തോലിക്കിലെ വൈദികനായിരുന്നു, സെമിനാരി അധ്യാപകനായിരുന്നു. അദ്ദേഹം റോമാലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായം തന്നെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനും വേണ്ടി താന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും എന്ന് പറയുന്ന ഹോശിയ പ്രവചനത്തിലെ ആ വാക്യത്തിന്റെ ഉദ്ധരണി അദ്ദേഹം വായിച്ചപ്പോഴാണ് തന്റെ മനസ്സിന് വ്യത്യാസമുണ്ടായത്. കാര്യം അന്ന് വരെയും വിശ്വാസത്താൽ ജീവിക്കുന്ന കാര്യമല്ല കത്തോലിക്ക സഭ പഠിപ്പിച്ചത്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ദിവസമാണ് നവീകരണ ദിവസം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നവീകരണ കർത്താവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നവീകരണ കർത്താവിനെ കുറിച്ച് ചരിത്രകാരനായ സാനർ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകനും സുവിശേഷകനും അന്യഭാഷ സംസാരിക്കുന്നവൻ വിവിധ തരത്തിലുള്ള പരിശുദ്ധാത്മ കൃപകൾ ലഭിച്ചവനുമായിരുന്നു നവീകരണ കർത്താവായ ഈ മാർട്ടിൻ ലൂതർ എന്നാണ് സാനർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളുവാൻ പലരെയും കഴിയുന്നില്ല എങ്കിലും അവരിൽ പലരും ഈ പറയുന്ന അന്യഭാഷ വരം ലഭിച്ചവരായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചരിത്രത്തിൽ എല്ലാം നമ്മൾ പഠിച്ചു വന്നാൽ ഈ ഒരു കൃപാദാനങ്ങൾ പല സമയങ്ങളിലും പല രാജ്യങ്ങളിലും പലരുടെ ഇടയിലും പല സംഘങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ്. ഇനി ഫ്രാൻസിലെ ജാൻസിസ്റ്റുകളുടെയും കമ്മിസാട്സിന്റെയും ഇടയിൽ 16-ാം നൂറ്റാണ്ടിൽ അന്യഭാഷ പ്രത്യക്ഷമായി. 17-ാം നൂറ്റാണ്ടിൽ ജോർജ് ഫോക്സിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്ന കൊയ്ക്കേഴ്സിന്റെ കാത്തിരിപ്പ് യോഗങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പ്രാർത്ഥനാ യോഗങ്ങളിൽ അന്യഭാഷയും പ്രവചനവും നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് തുടങ്ങിയ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് സംശയം മാറുവാനും വേണ്ടിയാണ് ഞാൻ വിഭാഗങ്ങളുടെയും അത് നടത്തിയിരുന്ന ആൾക്കാരുടെയും ഒക്കെ പേര് പറഞ്ഞത്. ഇനി 18-ാം നൂറ്റാണ്ടിൽ മെതഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായ ജോൺ വെസ്ലി തൻ്റെ യോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഈ വിധമായ പ്രവർത്തികൾ സംഭവിച്ചിരുന്നതായി വിവരിച്ചിട്ടുണ്ട്. ജോൺ വെസ്ലി നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ സഹോദരൻ വിശ്വപ്രസിദ്ധ ഗായകനായിരുന്ന ചാൾസ് വെസ്ലി. അപ്പോൾ ജോൺ വെസ്ലി മെതഡിസ്റ്റ് സഭയുടെ സ്ഥാപകനാണ്. അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളൊക്കെ താൻ നടത്തിയ യോഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അതുപോലെ വ്യത്യസ്തമായ പരിശുദ്ധാത്മ പകർച്ച മൂലം ഉണ്ടാകുന്ന വ്യത്യസ്തമായ വികാര പ്രകടനങ്ങൾ ഉണ്ടാകുന്നതിന് യാതൊരു തടസ്സവും താൻ നടത്തിയ യോഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ജോൺ വെസ്ലി പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പല നമ്മൾക്കറിയാവുന്ന പലർക്കും അല്ലെങ്കിൽ അവരുടെ യോഗങ്ങളിലുമൊക്കെ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളും അതുപോലെ അന്യഭാഷാ ഭാഷണവും കൃപാവരങ്ങളുടെ പ്രവർത്തികളുമൊക്കെ സംഭവിച്ചിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് നമ്മളുടെ 21-ാം നൂറ്റാണ്ടിലേക്ക് വരികയാണ്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. 18-ാമത്തെ നൂറ്റാണ്ടിൽ എഡിൻബർഗ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായിരുന്ന എഡ്വേർഡ് ഇർവിങ് നന്നായിട്ട് അന്യഭാഷ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഓർക്കണം, ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മ കൃപകൾ മടങ്ങി വരുന്നതിന് വേണ്ടി ഈ എഡ്വേർഡ് ഇർവിങ് തൻ്റെ കൂട്ടുകാരും കൂടെ കൂടി 5 മാസങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം ഒരു സഭ അദ്ദേഹം ആരംഭിച്ചു. തൻ്റെ സഭയിൽ അന്യഭാഷ പറയുന്നതിനും അത് വ്യാഖ്യാനിക്കുന്നതിനും പ്രവചിക്കുന്നതിനുമൊക്കെ അദ്ദേഹം അനുവാദം നൽകി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നൂറ്റാണ്ടുകളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യഭാഷയുടെ പ്രവർത്തി നിന്നു പോയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി 19-ാമത്തെ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ധാരാളം ഉണർവ് സംഘങ്ങൾ അമേരിക്കയിലും മറ്റ് പല രാജ്യങ്ങളിലും സമയാസമയങ്ങളിലായി ഉണ്ടാവുകയും അത് പടരുകയും ചെയ്തുകൊണ്ടിരുന്നു. ഹോളിനെസ് മൂവ്മെന്റിന്റെ ഉത്ഭവത്തോടെ പലരും അതിൽ ആകൃഷ്ടരായി. നിങ്ങൾക്ക് ചരിത്രം അറിയാവുന്നവർക്ക് ഇതെല്ലാം വിശദമായിട്ട് ബോധ്യപ്പെടുമായിരിക്കാം. 20-ാം നൂറ്റാണ്ടിലെ ആദ്യകാല പെന്തക്കോസ്ത് നേതാക്കളൊക്കെ തന്നെ ഈ ഹോളിനെസ് മൂവ്മെന്റിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ
ഈ 20-ാം നൂറ്റാണ്ടിലെ പെന്തക്കോസ്ത് പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഊടുംപാവും നെയ്യുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ഒരു വിഭാഗമാണ് ഈ പറഞ്ഞ ഹോളിനെസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണയായിട്ട് ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ആരംഭം കുറിച്ചത് എന്ന് പറഞ്ഞ ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ട് എൻ്റെ ആരംഭ സമയം. അപ്പൊ ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് 1901 വർഷം ജനുവരി മാസം 1-ാം തീയതിയാണ് സംഭവിക്കുന്നത്. ഇനിയും അവിടെ ശ്രദ്ധിക്കണം, 1900 വർഷം അമേരിക്കയിലെ കൻസാസ് സംസ്ഥാനത്തുള്ള ടൊപ്പിക്ക എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ചാൾസ് എഫ് പെർഹാം എന്ന് പറയുന്ന അദ്ദേഹം നടത്തിയിരുന്ന ഒരു ബഥേൽ ബൈബിൾ സ്കൂളുണ്ട്. ആ ബഥേൽ ബൈബിൾ സ്കൂളിൽ അദ്ദേഹം ദീർഘനാളുകളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അതുപോലെ അന്യഭാഷയെക്കുറിച്ച്, കൃപാവരങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അതിൽ പല വിദ്യാർത്ഥികൾ പല സ്ഥലത്തു നിന്നും വന്ന് പഠിച്ചുകൊണ്ടിരുന്നു. 1900 വർഷം ഡിസംബർ മാസം 31-ാം തീയതി വാച്ച് നൈറ്റ് പ്രെയർ എന്നോ അല്ലെങ്കിൽ ഇയർ എൻഡിങ് മീറ്റിംഗ് എന്നോ ആണ്ടർതി യോഗമെന്നോ ഒക്കെ പല രീതിയിൽ വിളിക്കുന്ന ആ യോഗം അവര് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 1901 വർഷം ജാനുവരി മാസം 1-ാം തീയതി പുലർക്കാലെ 2 മണിയായപ്പോൾ ആ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആഗ്നസ് ഓസ്മാൻ എന്ന് പറയുന്ന ആ സഹോദരി അവളുടെ സാറിനോട് പറഞ്ഞു, സാർ, അല്ലെങ്കിൽ ചാൾസ് എഫ് പെർഹാമിനോട് പറഞ്ഞു, സാർ, അങ്ങ് എൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഓർക്കണം, ചാൾസ് എഫ് പെർഹാം ഇതൊക്കെ പഠിപ്പിച്ചെങ്കിലും അദ്ദേഹവും അന്ന് അന്യഭാഷ പറയുന്ന ആളല്ല. ചാൾസ് എഫ് പെർഹാം ഈ പെൺകുട്ടിയുടെ തലയിൽ കൈവച്ചപ്പോൾ അവൾ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവളാണ് 20-ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് അന്യഭാഷ പറഞ്ഞവൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇത് ഒരു വലിയ ഒരു പ്രകമ്പനം ആൾക്കാരുടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബൈബിൾ കോളേജിൽ പലരും വന്ന് പഠിച്ചുകൊണ്ടിരുന്നു. ഈ അന്യഭാഷയുടെ പ്രവൃത്തി ഉണ്ടായി, പല സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിച്ചു. അങ്ങനെ അവിടെ പഠിക്കുവാൻ വേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയാണ് ഒരു കറുത്ത വർഗക്കാരനായ WJ സെയ്മൂർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വില്യം ജെ സെയ്മൂർ എന്ന് പറയുന്ന ഒറ്റക്കണ്ണനായ ഒരു നീഗ്രോ മനുഷ്യൻ. അദ്ദേഹം അമേരിക്കയിലെ ലൂസിയാന എന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് അടിമകളായിട്ട്, അല്ലെങ്കിൽ അറിയാമല്ലോ പഴയ കാലത്ത് സംഘമായിട്ട് ആണ് അമേരിക്കയിലേക്ക് നീഗ്രോസിനെ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടിരുന്നത്. ഇനിയും ഈ അടിമകളെ കൊണ്ടുവരികയും അതുപോലെ അടിമകളുടെ ചരിത്രവും ഒരു വേള എൻ്റെ കേൾവിക്കാർക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുന്ന ഈ കേരളത്തിൽ ഉൾപ്പെടെ അടിമത്തം കൊടികുത്തിവാടുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ തല്ലാനും കൊല്ലാനും തിന്നാനുമുള്ള അവകാശമാണ് ഒരു ഉടമ അടുത്ത ഉടമയ്ക്ക് കൈമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരെ കൊന്നാലോ എന്തുപദ്രവിച്ചാലോ ഇവിടെ കേസില്ല, യാതൊന്നുമില്ല. ഇനി എതിർക്കാൻ ആരെങ്കിലും തുടങ്ങിയാൽ അവർക്ക് അതിനുള്ള തക്കതായ ശിക്ഷയുണ്ട്. അതുപോലെ അടിമപ്പാളയത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും വേണ്ടി തുടങ്ങിയാൽ അവരെ കൈകെട്ടിയാൽ അവരുടെ അംഗങ്ങൾ ഛേദിച്ചു കളയും. എതിർക്കാൻ തുടങ്ങിയാലും അതുപോലെ അവരുടെ ശരീര അംഗങ്ങൾ ഛേദിച്ചു കളഞ്ഞ് മറ്റുള്ള അടിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീയും ഇത് ശ്രമിച്ചാൽ നിനക്കും ഉണ്ടാകുന്ന ശിക്ഷ ഇതാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നിർത്തി അങ്ങനെ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള രീതിയിൽ ഭരണം നടത്തിയിരുന്ന കാലം. അത് ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളും അറിയാമല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായിരുന്ന ആ കാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ നിങ്ങൾക്ക് ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഈ അടിമത്തം അമേരിക്കയിൽ അവസാനിപ്പിക്കുന്നത് 1863 അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൻ ആണ് അതിന് നിരോധനം ഏർപ്പെടുത്തിയത്. പക്ഷേ നിയമപരമായിട്ട് അടിമത്തം അവസാനിച്ചെങ്കിലും മനസ്സിൽ നിന്ന് പലരുടെയും ഇത് കുടിയിറങ്ങിയില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ തുടരുന്നു. അപ്പോൾ ഈ പറയുന്ന ബഥേൽ ബൈബിൾ സ്കൂളിൽ, ചാൾസ് എഫ് പെർഹാമിന്റെ ബഥേൽ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്ന ഒരാളാണ്
ഈ പറയുന്ന WJ സൈമൂർ എന്ന് പറയുന്ന ഒറ്റക്കണ്ണനായ നീഗ്രോ യുവാവ്, അദ്ദേഹം അവിടുന്ന് ആർജിച്ച ആ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൽ ദൈവം ചില കാഴ്ചപ്പാടുകൾ ഒക്കെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസിലുള്ള അസൂസ സ്ട്രീറ്റിൽ അദ്ദേഹം തുടങ്ങിയ ഒരു ചെറിയ പ്രാർത്ഥനാ യോഗത്തിലാണ് 1904 ആണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ അവിടെ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ ആൾക്കാർ തെരുവ് നിറഞ്ഞ് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത ആ സംഭവമാണ്. അപ്പോൾ 1905 ആ പ്രവൃത്തികൾ അവിടെ നടന്നു വരികയാണ്. ഒത്തിരി പേര് വന്നു. അപ്പോൾ അവിടെ നീഗ്രോയാണ് യോഗം നടത്തുന്നത്. പക്ഷേ വെള്ളക്കാരും അതുപോലെ മറ്റ് ആരൊക്കെ ഇവിടെ കടന്നു വരാമോ അവിടെയൊക്കെ അവര് കടന്നു വന്ന് അങ്ങനെ ഈ ഒരു ശുശ്രൂഷ മുൻപോട്ട് പോയി. എന്ന് പറഞ്ഞാൽ ആഴ്ചക്കണക്കിന് ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷ അവിടെ നടന്നു. ജനങ്ങൾ തെരുവിൽ കൂടെ നിന്ന് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ അന്യഭാഷ പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ ആ ശുശ്രൂഷകൾ വളരെ കാര്യമായിട്ട് മുൻപോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 1904 വെയിൽസിൽ ആത്മീക ഉണർവ് ആരംഭിച്ചു. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് ദൈവം ആ കാര്യങ്ങൾക്ക് വേണ്ടി, ആ ഉണർവിന് വേണ്ടി ഇത് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഉണർവുകളൊന്നും വെറുതെ സംഭവിച്ചതല്ല. നിങ്ങൾ ഈ ഉണർവിന്റെ ചരിത്രം പഠിച്ചാൽ, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് റിവൈവൽ, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ഉണർവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഉണർവ് എന്ന് പറയുന്നത് ചുമ്മാ സംഭവിച്ചതല്ല. അതിനുവേണ്ടി വളരെ കാര്യമായി ദീർഘമാസങ്ങളായി പ്രാർത്ഥിക്കുകയും അതുപോലെ ഉപവസിക്കുകയും അത് തങ്ങളിൽ വന്നെത്തുവാൻ വേണ്ടി ഉള്ള ഒരാഗ്രഹത്തിൽ കാത്തിരിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിലാണ് ഈ പ്രവൃത്തി ഉണ്ടായത്. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പരിശുദ്ധാത്മാവ് വന്നല്ലോ, AD 29 വന്നല്ലോ, പിന്നെന്തിനാ കാത്തിരിക്കുന്നത്? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവ് വന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ അത് എന്നിൽ വരുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ വരുവാനും വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ അല്ലാതെ ഉമ്മ പരിശുദ്ധാത്മാവ് അങ്ങ് വരികയല്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി ദീർഘമാസങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും അവര് രാത്രികളിലും പകലുകളും ഒക്കെ അതിനുവേണ്ടി അവരുടെ സമയങ്ങൾ ചെലവാക്കുകയും ചെയ്ത അതിന്റെ പിന്നിലെ ചരിത്രം കൂടെ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന ആ മനുഷ്യനും കൂട്ടരുടെ ദീർഘനാളുകളായി പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നവരാണെന്ന് നിങ്ങൾക്ക് വെയിൽസിലെ ആത്മീയ ഉണർവിന്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ കാര്യങ്ങളും അതിന്റെ എല്ലാ ചരിത്ര വസ്തുതകളും വിശദമായിട്ട് പറയുവാൻ നമുക്ക് ഈ ചെറിയ ഒരു വീഡിയോയിൽ കഴിയില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കൺസൈസ് ചെയ്താണ് പറയുന്നത്. സ്മിത്ത്, അതുപോലെ വില്യം ബൂത്ത്, കാമ്പൽ മോർഗൻ എന്നീ മഹൽ വ്യക്തികൾ വെയിൽസിലേക്ക് പോയി ഈ പെന്തക്കോസ്ത് അനുഭവം അനുഭവിച്ചു. അപ്പോൾ ഞാൻ ചിലരുടെ പേര് ഇവിടെ പ്രസ്താവിച്ചപ്പോൾ പലരുടെയും മനസ്സിൽ ഒരു ആശയപ്പിശക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വില്യം ബൂത്ത് ഇതിന് അനുകൂലിയായിരുന്നോ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് പലർക്കും പലരെ കുറിച്ചും പല ധാരണകളും മനസ്സിലുള്ളപ്പോൾ തന്നെ ചരിത്രങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എവിടെയാണോ പ്രവർത്തിക്കുവാൻ താല്പര്യം, അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റിൽ വളരെ വ്യത്യസ്തമാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കേൾവിക്കാരോടും പറയുന്നു, ദൈവപ്രവൃത്തി എവിടെയാണോ സംഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മ ഉണർവ് എവിടെയാണോ, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് റിവൈവൽ എവിടെയാണോ ദൈവം ചെയ്യുവാനും വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നമ്മൾ വിധേയപ്പെടണം. നമ്മുടെ കാഴ്ചപ്പാടുകൾ പരിശുദ്ധാത്മാവിന്റെ ഹിതമനുസരിച്ച് തിരുത്തുവാനും വേണ്ടി തുടങ്ങണം. ഇല്ല എങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ അത് ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് അത് തടസ്സമാകുമെന്നുള്ള കാര്യം കൂടിയാണ് നമ്മൾ ഈ വേളയിൽ അറിയേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1905 നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണാം, ഇന്ത്യയിലെ പൂനെയിലെ പണ്ഡിത് രമാഭായി നടത്തിക്കൊണ്ടിരുന്ന മുക്തി മിഷനിൽ അവിടെ ആത്മപകർച്ചയുണ്ടായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മ ഉണർവുണ്ടായി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 മാസത്തോളമായിട്ട് പണ്ഡിത് രമാഭായിയും തൻ്റെ കൂടെയുള്ള, അറിയാമല്ലോ, പല വീടുകളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവിടെ ഉപദ്രവിക്കപ്പെട്ട് കിടന്ന ഇന്ത്യയുടെ അറിയാമല്ലോ സതീ സമ്പ്രദായം, അതുപോലെ വിധവാ സംവിധാനമൊക്കെ അറിയാവുന്നവർക്കറിയാം. അങ്ങനെ ഉപദ്രവിക്കപ്പെട്ട് കിടന്ന ഈ വിധവമാരെയൊക്കെ പാർപ്പിക്കുവാൻ ശാരദാ സദനം ഉണ്ടാക്കിയ ആളാണ് പണ്ഡിത് രമാഭായി. അപ്പോൾ പണ്ഡിത് രമാഭായിയുടെ മുക്തി മിഷനിൽ
ഈ പറയുന്ന സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് അവർക്ക് ദൈവം കൊടുത്തൊരു നിയോഗം അനുസരിച്ച് അവരെ 6 മാസത്തോളമായിട്ട് പ്രാർത്ഥനയോടെ മുൻപോട്ട് നീങ്ങി. അങ്ങനെയാണ് 1905 പുനെയിലുള്ള മുക്തി മിഷനിൽ വലിയ ആത്മീയ ഉണർവുണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ 20ാമത്തെ നൂറ്റാണ്ടിന്റെ പ്രാദുർഭാവത്തിൽ നടന്ന ഈ ഉണർവുകളെ കുറിച്ച് പറയുമ്പോൾ ഇതിനു മുൻപ് ഒരു വലിയ ഉണർവ് നമ്മുടെ അടുക്കൽ സംഭവിച്ചത് പലരും അറിഞ്ഞിട്ടില്ല എന്നോ അല്ലെങ്കിൽ അതിനെ മനസ്സോടെ തള്ളിക്കളഞ്ഞതോ അല്ലെങ്കിൽ മനസ്സോടെ ചരിത്രത്തിൽ അത് ഇടം നേടാതെ അതിനെ തമസ്കരിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. തിരുനെൽവേലിക്ക് അടുത്ത് ഉണ്ടായിരുന്ന LMS ചർച്ചിലെ പാസ്റ്ററായിട്ടിരുന്ന പാസ്റ്റർ ജോൺ ക്രിസ്ത്യൻ അരളപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയൊരു ആത്മീയ ഉണർവ് 1896 സംഭവിച്ചു. ഒന്നുകൂടി ഞാൻ വർഷം പറയാം. 1896 വലിയ ആത്മപകർച്ച ഉണ്ടായി, പരിശുദ്ധാത്മ വ്യാപാരമുണ്ടായി, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് റിവൈവൽ ഉണ്ടായി. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ആ സ്ഥലത്തിന്റെ പേര് മാറി ഇപ്പോൾ അതിന് അരുളാച്ചി എന്നോ ക്രിസ്ത്യൻ പേട്ട എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ തെക്കൻ ഭാഗത്ത്, ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് ഉണ്ടായതായതുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മൾ പലരും ഈ ഉണർവിനെ കുറിച്ച് പഠിപ്പിക്കുന്നവരും പറയുന്നവരും മനസ്സിലാക്കിയവരും ഒക്കെ അത് പറയുന്നില്ല എന്നുള്ളത് സത്യമാണ്. എന്ന് പറഞ്ഞാൽ ആധുനിക പെന്തക്കോസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് 1901 അവിടെ ടൊപ്പിക്കയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ടൊപ്പിക്കയിൽ ഉണ്ടായിരുന്ന ആ ബൈബിൾ സ്കൂളിൽ, ടെക്സാസിലെ ടൊപ്പിക്കയിൽ ഉണ്ടായിരുന്ന ബൈബിൾ സ്കൂളിൽ അത് സംഭവിച്ചു എന്ന് ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അതിനു മുൻപ് ഇവിടെ തമിഴ്നാട്ടിൽ തിരുനെൽവേലിക്കടുത്ത് ഈ സംഭവം നടന്നു എന്നാണ്. അപ്പൊ എന്തുകൊണ്ടോ അത് ചരിത്രത്താളുകൾ വേണ്ടവണ്ണം അതിന് പ്രാധാന്യം ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇനി നമ്മളത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പെന്തക്കോസ്തിനെ കുറിച്ച് പലരും പറയുന്നൊരു കാര്യം, 100 വർഷം പോലും ആയിട്ടില്ല പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ മറ്റൊരു വീഡിയോ ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സഭകളെ കുറിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇതിന്റെ എല്ലാ വിശദാംശവും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അതെല്ലാം കൂടെ നമ്മുടെ ഈ ചെറിയ വീഡിയോയ്ക്കകത്ത് നമ്മൾക്ക് കേൾപ്പിക്കുവാനോ പറയുവാനോ മനസ്സിലാക്കിക്കാനോ ഒക്കില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 100 വർഷം അല്ല പെന്തക്കോസ് ഉണർവ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, AD 29 യെരുശലേമിൽ ആരംഭിച്ച ഉണർവ് ഇങ്ങനെ കൈമാറി ലോക രാജ്യങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരുന്നത് നൂറ്റാണ്ടുകൾ കൂടി സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ ഉണർവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വൈവ് ചെയ്യുക അല്ലെങ്കിൽ റീവൈവൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണരുക എന്ന് പറഞ്ഞാൽ ഒന്ന് കെട്ടടങ്ങിയോ അല്ലെങ്കിൽ ഒന്ന് അമങ്ങിയോ വരുന്ന കാര്യം വീണ്ടും അത് വെളിച്ചത്തിൽ വരിക അല്ലെങ്കിൽ ഉണർന്നു വരിക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഉണർവ് പല സ്ഥലങ്ങളിൽ സംഭവിച്ചു. പെന്തക്കോസ്ത് ഉണർവെന്നോ പരിശുദ്ധാത്മ ഉണർവെന്നോ ഒക്കെ നമ്മൾ പറയുന്ന ആ ഒരു സംഭവം 100 വർഷമല്ല ഉണ്ടായത്. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം, 100 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ്. ഇനിയും മനസ്സിലാക്കേണ്ട ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. കേരളത്തിലേക്ക് നമ്മൾ വന്നെത്തുമ്പോൾ കേരളത്തിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ജോർജ് ഗാർ അല്ലെങ്കിൽ AG ഗാർ എന്ന് പറയുന്ന ഒരു മിഷണറി അസൂസ സ്ട്രീറ്റ് തെരുവിന്റെ പ്രതിനിധിയായിട്ട് 1907 ആണ് കൽക്കട്ടയിൽ എത്തുന്നത്. അപ്പോൾ ഞാൻ ഇന്ത്യയിലെ ഭാഗത്തേക്ക് എത്തുകയാണ്. അപ്പോൾ കൽക്കട്ടയിൽ എത്തുന്നത് അദ്ദേഹമാണ്. ഇനി ശ്രദ്ധിക്കണം, RF കുക്ക് അല്ലെങ്കിൽ കുക്ക് സാഹിബ് എന്ന നാട്ടുകാർ വിളിച്ചിരുന്ന റവറന്റ് റോബർട്ട് ഫെലിക്സ് കുക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തോടു കൂടെ ആണ് ജോർജ് ബർഗ് എന്ന് പറയുന്ന പെന്തക്കോസ്റ്റ് മിഷണറി 1913 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ ഈ AG ഗാറ്, അതുപോലെ ജോർജ് ബർഗ്, RF കുക്ക്, ഇവരൊക്കെ പെന്തക്കോസ്റ്റ് മിഷണറിമാരാണ്. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനികൾ എന്നാണ് പറയേണ്ടത്, പക്ഷേ ഇപ്പോൾ അത് പെന്തക്കോസ്റ്റ് എന്നുള്ള രീതിയിൽ പലരും ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ പേര് തന്നെ ആവർത്തിക്കുന്നു. ഇനിയും 1914 ജാനുവരി മാസത്തിലാണ് കുക്ക് സാഹിബ് കേരളത്തിലെത്തുന്നത്. എന്നാൽ സ്ഥിരമായിട്ട് അദ്ദേഹം ഇവിടെ പാർത്തില്ല. അദ്ദേഹം ഇവിടെ നിന്ന് അമേരിക്കൻ മിഷണറിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് വന്നു കേരളത്തിൽ എന്നുള്ള സത്യം 1914 അദ്ദേഹത്തിന്റെ പ്രവർത്തന സ്ഥലങ്ങൾ ബാംഗ്ലൂർ, അതുപോലെ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ 1921 ആണ് അദ്ദേഹം തൻ്റെ പ്രവർത്തന കേന്ദ്രം ബാംഗ്ലൂരിൽ നിന്ന്
കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള തൃക്കണമംഗലിലേക്ക് മാറ്റുന്നു 1921-ലാണ്. അപ്പോൾ 1921 അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന പല സഭകൾ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പലരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ വർഷക്കണക്ക് തെറ്റിയതായിരിക്കാം. അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പല സഭകൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഓർത്തഡോക്സ് സഭയുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ്. പക്ഷേ ജക്കോബൈറ്റ് എന്ന പേരിൽ അന്ന് പൊതുവിൽ അറിയപ്പെടുന്നതാണ്. അന്നിപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഓർത്തഡോക്സ് പാത്രിക്കീസ് അല്ലെങ്കിൽ ബാബാ കക്ഷി മെത്രാ കക്ഷി എന്ന് പറഞ്ഞ പേരിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി 2 വിഭാഗമായിട്ട് മാറിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ 1836-37 കാലഘട്ടത്തിലാണ് മർത്തോമ സഭയുണ്ടത്. എന്നാൽ CSI എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകുന്ന അന്നല്ല. CSI ഉണ്ടാകുന്ന 1947-ലാണ്. അപ്പോൾ അതിന്റെ നോർത്ത് ഇന്ത്യൻ വേർഷനായ CNI അല്ലെങ്കിൽ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന അത് 1972-ലാണ് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ഈ പറയുന്ന അദ്ദേഹം പ്രവർത്തിക്കുവാൻ വേണ്ടി ഇവിടെ വന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ 100 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇത് എന്ന് നിങ്ങൾ ഓർക്കരുത്. കേരളത്തിൽ തന്നെ പ്രവർത്തികൾ ആരംഭിച്ചത് പഴയകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ പ്രവർത്തനത്തിന് വേണ്ടി വന്ന പല പെന്തക്കോസ്ത് മിഷണറിമാരും ആത്മീയ ഉണർവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൽ തന്നെ 1800 ഏതാണ്ട് 60-65 കാലത്ത് ഒക്കെ ഇവിടെ വന്ന് പ്രസംഗിച്ച തമിഴ്നാട്ടിൽ ആത്മീയ ഉണർവിനെ കുറിച്ച് ഇവിടെ കേരളത്തിൽ വന്ന് പ്രസംഗിച്ച തമിഴ് പ്രസംഗകരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇവിടെ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയില്ലെങ്കിലും അതിന്റെ പ്രവർത്തികൾ പല സ്ഥലങ്ങളിലും സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് കാര്യം. മഹാരാഷ്ട്രയിൽ ഈ സംഭവം നേരത്തെ നടന്നിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു വലിയ പ്രസ്ഥാനം പോലെ അത് വന്നില്ല എങ്കിലും പല സ്ഥലങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ നടന്നിരുന്നു. 1923 ആറാട്ടുപുഴയിൽ ഒരു കൺവെൻഷൻ നടന്നു. അപ്പോൾ ആ കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ എന്ന് പറയാനൊക്കില്ല. ഇവിടെയുള്ള മുഴുവൻ പെന്തക്കോസ്തുകാരുടെയും കൂടെയുള്ള കൺവെൻഷനാണ് നടന്നത്. ആ കൺവെൻഷനിലെ പ്രസംഗകർ എന്ന് പറയുന്നത് കുക്കു സാഹിബ് എന്ന് വിളിക്കുന്ന റവറന്റ് റോബർട്ട് ഫെലിക്സ് കുക്കും അതുപോലെ വെയിൽസുകാരനായ പാസ്റ്റർ സ്പെൻസർ മേയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു. അപ്പോൾ ഇവരായിരുന്നു അന്നത്തെ പ്രസംഗകർ. ഇനിയും ശ്രദ്ധിക്കണം, അന്ന് ആ യോഗങ്ങളിൽ ഇപ്പോഴത്തെ പോലെയുള്ള ഇലക്ട്രിക് ടോർച്ചുകൾ അന്നില്ല. അതുകൊണ്ട് അവര് ചൂട്ട് കത്തിച്ചാണ് പൊക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ യോഗങ്ങൾ വലിയ ആത്മീയ ഉണർവുണ്ടായി. ജനങ്ങൾ തിരിച്ച് രാത്രിയിൽ ചൂട്ട് കത്തിച്ചു പോകുമ്പോൾ അവരെ പാട്ടുപാടിയും ദൈവത്തെ സ്തുതിച്ചുമൊക്കെയാണ് മടങ്ങിപ്പോയിരുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ 1923 അല്ല ഈ ഒരു പെന്തക്കോസ്ത് തുടങ്ങുന്നത്. കുക്ക് സാഹിബും മറ്റ് പാസ്റ്റർമാരുമൊക്കെ ഇവിടെ അവരുടെ പ്രവർത്തനത്താൽ സ്ഥാപിച്ച സഭകളിൽ നിന്ന് ആൾക്കാര് ഇവിടെയൊക്കെ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പൊ അങ്ങനെ ആൾക്കാര് ഈ യോഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നു. വലിയ ആത്മപകർച്ചയുണ്ടായി, വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. അപ്പോൾ ഈ ആറാട്ടുപുഴ കൺവെൻഷനെ വേണമെങ്കിൽ കേരള പെന്തക്കോസ്തിന്റെ മാതൃ കൺവെൻഷൻ എന്ന് പറയാം. ആ ഡേറ്റ് വെച്ചാണ് ഇവിടെ IPCയുടെ കൺവെൻഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 101-ാമത്തെ കൺവെൻഷൻ. അതുപോലെ ചർച്ച് ഓഫ് ഗോഡിന്റെ അടുത്ത ദിവസം നടക്കുന്നു, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അടുത്ത ദിവസം നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പെന്തക്കോസ്റ്റ് ഡിനോമിനേഷന്റെ ഒക്കെ കൺവെൻഷനുകളിൽ 100-എന്നോ 101-എന്നോ 102-എന്നോ ഒക്കെയുള്ള ആ ഒരു വർഷക്കണക്ക് പറയുന്നത് ഈ 1923 ആസ്പദമാക്കിയാണ്. അപ്പോൾ ഇത് ആരുടെയും സെപ്പറേറ്റ് കൺവെൻഷൻ അല്ല, ഇത് കുക്കു സാഹിബ് സംഘടിപ്പിച്ച കൺവെൻഷനാണ്. എന്നാൽ പിന്നീട് കുക്കു സാഹിബ് കേരളത്തിലെ ചർച്ച് ഓഫ് ഗോഡിന്റെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാര്യം ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുമ്പോഴാണ് ഇത് ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ ആണെന്ന് പറയുന്നു. എന്നാൽ ചിലർ IPCയുടെ ആണെന്ന് പറയുന്നു, ഇത് AGയുടെ ആണെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയണം, അന്ന് സ്പ്ലിറ്റ് ഉണ്ടാകാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ കൺവെൻഷൻ നടന്നത് എന്നുള്ളതാണ് നമ്മൾ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പെന്തക്കോസ്ത് ഉണർവ് എന്ന് പറയുന്നത് വളരെ ജനങ്ങളെ സ്വാധീനിക്കേണ്ട ഒരു കാര്യമാണ്. 100 വർഷം മാത്രമല്ല പെന്തക്കോസ്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി പറയുന്നു. പെന്തക്കോസ്തിന്റെ ഉണർവ് സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കുക്കു സാഹിബ് വന്നു, അദ്ദേഹം ഇവിടെയുള്ള മർത്തോമ അതുപോലെ ഓർത്തഡോക്സ് അല്ലെങ്കിൽ ജക്കോബയ തുടങ്ങിയ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ബെൽറ്റിന്റെ ഇടയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് ചിലർ കരുതിയിട്ടുണ്ട്. പക്ഷെ തെറ്റാണ്.
അദ്ദേഹത്തിന് ഇവിടെയുള്ള ലോവർ ക്ലാസിന്റെ ഇടയിൽ അല്പം കൂടെ തുറന്നു പറഞ്ഞ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വിഭാഗങ്ങളിലും വളരെ സ്വാധീനമുണ്ടായിരുന്ന ആളാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു. അതുപോലെ അവരുടെ ഇടയിൽ അദ്ദേഹം താമസിച്ചിരുന്നു. അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇന്റർവ്യൂ നടത്തി മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കുക്കു സാഹിബിനെ നേരിട്ട് കണ്ടവർ ഇപ്പോഴും വൃദ്ധന്മാരായി വൃദ്ധകളായി ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനത്തിൽ കോട്ടയം, അതുപോലെ ചങ്ങനാശ്ശേരി, തോട്ടയ്ക്കാട്, കുറുമ്പനാടും, അതുപോലെ തിരുവല്ല, പായിപ്പാട്, കുമ്പനാട്, അടൂര്, കൊട്ടാരക്കര, പത്തനാപുരം, പത്തനംതിട്ട എന്ന് വേണ്ട ഇങ്ങനെയുള്ള മധ്യ തിരുവിതാംകൂറിലുള്ള ഇവിടുത്തെ അപ്പർ ക്ലാസിന്റെയും ലോവർ ക്ലാസിന്റെയും ഇടയിൽ അദ്ദേഹത്തിന് വളരെ സ്വാധീനമുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് എല്ലാ സ്ഥലങ്ങളിലും സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാത്തരം ആൾക്കാരുടെ ഇടയിലും പ്രവർത്തിച്ചിരുന്നു. ഒന്നുകൂടി തുറന്നു പറഞ്ഞാൽ കേരള പെന്തക്കോസ്തിന്റെ പ്രവർത്തനത്തിൽ കുക്കു സാഹിബും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെ നന്നായിട്ട് അധ്വാനിച്ചിരുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. എന്നാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ചില ആശയപ്പിശകുകൾ ഉണ്ടായി. അറിയാമല്ലോ, മനുഷ്യൻ എവിടെ കൂടിയാലും ആശയപ്പിശക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ആശയപ്പിശകുണ്ടായി, ചില ധാരണാപ്പിശകുകൾ ഉണ്ടായി. അങ്ങനെ ആണ് ചില വിഘടനങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകുന്നത്. കുക്കു സാഹിബ് ആദ്യം സ്ഥാപിച്ച സഭ ചർച്ച് ഓഫ് ഗോഡ് അല്ല. അദ്ദേഹം സ്ഥാപിച്ചത് ഇവിടെയുള്ള പൂർണ്ണ സുവിശേഷ ദൈവസഭ എന്ന വലിയൊരു സ്വതന്ത്ര സഭയാണ് സ്ഥാപിച്ചത്. അല്ലെങ്കിൽ തൃക്കണമംഗൽ എന്ന് പറഞ്ഞ ഭാഗത്താണ് അത് ഉള്ളത്. ഇപ്പോഴും അതേ പേരിൽ തന്നെ നിൽക്കുന്ന ആ ഒരു സഭ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. എന്നാൽ അദ്ദേഹം പിന്നീട് ചർച്ച് ഓഫ് ഗോഡിന്റെ മിഷണറിമാരുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിലുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ഭാഗമായിട്ട് മാറി. അങ്ങനെയാണ് അദ്ദേഹം ചെങ്ങന്നൂരിന് അടുക്കലുള്ള മുളക്കഴിയിൽ അദ്ദേഹം വാങ്ങിയ സിയോൻ കുന്നും ഒക്കെ ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഫുൾ ഗോസ്പൽ കേരള സ്റ്റേറ്റിന്റെ ആസ്ഥാനമായിട്ട് തിരിക്കുന്നത്. എന്നാൽ കെ എബ്രഹാം എന്ന് പറയുന്ന പക്ഷെ കെ എബ്രഹാം എന്ന് പറഞ്ഞ IPCയുടെ സ്ഥാപകൽ ഒരുവനായിരുന്നു. ഒന്നുകൂടി തുറന്നു പറയുന്നു, IPC എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഒരാളല്ല, 3 പേർ കൂടിയാണ് പല്ലുമതിന്റെ കൂടെയുണ്ട്. എന്നാൽ ആദ്യത്തെ 3 പേർ എന്ന് പറയുന്നത് പാസ്റ്റർ PM ശമുവേൽ, അതുപോലെ പാസ്റ്റർ കെ എബ്രഹാം, പാസ്റ്റർ KC ചെറിയാൻ, ഇവർ 3 പേരുടെ കൂടിയാണ് തുടങ്ങിയത്. ആദ്യം ഇത് തെന്നിന്ത്യ ദൈവസഭ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ചർച്ച് ഓഫ് ഗാഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1935 കാലങ്ങളിൽ ആന്ധ്രാപ്രദേശിലെ ഏലൂരിലാണ് ഇത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗാഡ് അല്ലെങ്കിൽ IPC എന്ന അബ്രിവിയേഷൻ ഇത് അറിയപ്പെടുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിസ് ചാപ്മാൻ എന്ന് പറയുന്ന ഒരു വനിതാ മിഷണറി വളരെ കാര്യമായിട്ട് ഇവിടെ പ്രവർത്തിച്ചു. അന്ന് പുനലൂരല്ല അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അവിടുത്തെ ഇപ്പോൾ നിങ്ങൾക്ക് മാവേലിക്കൽ ചെന്ന ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് കാണാം. അവിടെ തന്നെയാണ് മിസ് ചാപ്മാന്റെ ശവകുടീരവും ഉള്ളത്. ആ പറയുന്ന അല്ലെങ്കിൽ പുനലൂര് ഇപ്പോൾ ഉള്ള ബഥേൽ ബൈബിൾ കോളേജ് ഉൾപ്പെടെ നടന്നിരുന്ന മാവേലിക്കരയാണ്. അത് പിന്നീട് പുനലൂരിലേക്ക് സ്ഥലം വാങ്ങിച്ച് അങ്ങോട്ട് അതിന്റെ ആസ്ഥാനം മാറ്റി എന്നുള്ളതാണ് സത്യം. അപ്പോൾ പിന്നീട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് 1953 ഡോക്ടർ PJ തോമസ് ആരംഭിക്കുന്നു. അതുപോലെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പാസ്റ്റർ എബ്രഹാം ഫിലിപ്പ് ആരംഭിക്കുന്നു. അതുപോലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ VA തമ്പി ആരംഭിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായി എന്നുള്ള സത്യം ഒന്നുകൂടി ഞാൻ തുറന്നു പറയുന്നു. അപ്പോൾ പെന്തക്കോസ് ഉണർവ് എന്ന് പറയുന്നത് ഉണ്ടായത് ഈ 100 വർഷമല്ല ഉണ്ടായത്, അതിന്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഇതുണ്ട് എന്നുള്ള ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഇനിയും ഉള്ള ഒരു കാര്യം, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രവർത്തനം ഉണ്ടായപ്പോൾ ഇതിനെ ഉൾക്കൊള്ളുവാൻ ആൾക്കാർ തയ്യാറായിരുന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളും സംവിധാനങ്ങളും എല്ലാം വെച്ച് നൂറ്റാണ്ടുകളായിട്ട് പൊക്കോണ്ടിരുന്ന ക്രൈസ്തവർ എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് വളരെ വ്യത്യസ്തമായ ഒരു ഉപദേശ സംവിധാനവും അതുപോലെ വളരെ വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനാ രീതിയും ആരാധനാ സംവിധാനവും ഒക്കെ ഈ പെന്തക്കോസ്ത് എന്ന് ഇപ്പോൾ ആൾക്കാർ പറയുന്ന ഈ മിഷണറിമാരെ കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ വിഗ്രഹ സേവ നടത്തിക്കൊണ്ടിരുന്ന ഹൈന്ദവ അതുപോലെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ ഈ വിഗ്രഹങ്ങൾ തെറ്റാണെന്നും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ, അല്ലെങ്കിൽ അത് അല്ല സത്യദൈവമായ കർത്താവിനെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി അല്പം ആശങ്കയുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ എല്ലാം പറയുന്നില്ല. ഇതിനെക്കുറിച്ച് പെന്തക്കോസ്ത് പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായപ്പോൾ വലിയ എതിർപ്പുകളാണ് ഇതിനുണ്ടായത്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഇതിന്റെ ചരിത്രം അറിയാവുന്ന ആളാണ്. എങ്കിലും
ഞാൻ അതിൽ ഒരെണ്ണം മാത്രം പറയുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുണ്ടക്കയം റൂട്ടിലേക്ക് പോകുമ്പോൾ അവിടെ തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ അടുത്ത സ്റ്റോപ്പാണ് പെരുമനച്ചി. അവിടെ നിന്ന് തോട്ടയ്ക്കാടിന് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടെ വഴിപ്പടി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് മുകളിലേക്ക് കയറി ചെന്നാൽ കാരക്കാട് കുന്ന്, അവിടെ ഇപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് റീജിയന്റെ ഒരു ചർച്ച് നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ കുക്കു സാഹിബ് ഒന്ന് പ്രവർത്തിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു യോഗം നടത്തി, പാവങ്ങളുടെ ഇടയിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവർക്കും മനസ്സിലാക്കുക ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് ഇപ്പോൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള വിഭാഗങ്ങളുടെ ഇടയിലാണ് യോഗം നടത്തിയത്. ആ യോഗം നടത്തി മുളക്കുഴയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകണം യോഗം രാത്രിയിൽ. അപ്പോൾ ഓർക്കണം, ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ അത്യപൂർവമായിട്ട് വല്ലപ്പോഴും ഒരു വാഹനം എങ്ങാണം പോയെങ്കിലാകാം. അപ്പോൾ അവിടെ കുറുമ്പനാടം പള്ളി കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്ന ഭാഗത്ത് അവിടെ ഒരു തോടുണ്ട്. അതിന്റെ മുകളിൽ അവിടെ കല്ല് കീറി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വാഹനം പോകാൻ വേണ്ടി. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് രോഷാകുലരായ അവിടെ കത്തോലിക്ക് ബെൽച്ചാണ്, അതിൽ പല മന്മാരെല്ലാം കൂടി രാത്രിയിൽ അവര് ഈ കല്ലെടുത്ത് കണ്ടത്തിലേക്ക് എറിഞ്ഞു. കുക്ക് സാഹിബ് കാറുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് കടന്നു പോകാൻ കഴിയില്ല. എന്നാൽ അവിടെയുള്ള പാവപ്പെട്ട ഒരാൾ, എനിക്കിപ്പോഴും അറിയാം, അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തെയാണ് ചങ്ങനാശ്ശേരിയിൽ അന്ന് ആകപ്പാടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. മറുവഴിയായി പോയി ചങ്ങനാശ്ശേരിയിൽ ചെന്ന് SIയെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം വന്നു. കാര്യം കുക്കു സാഹിബ് വിദേശിയാണ്. അദ്ദേഹത്തിന്റെ കാറ് കടന്നു പോകാനും വേണ്ടി ഈ പോലീസ് നിൽക്കെ തന്നെ ഈ കല്ലെടുത്ത് അവിടെ വെച്ച്, അങ്ങനെയാണ് കുക്കു സാഹിബ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള വലിയ ആക്രമണങ്ങൾ, രഹസ്യവും പരസ്യവും ഒക്കെ ആയിട്ട് വലിയ ആക്രമണങ്ങൾ പെന്തക്കോസ്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വലിയ വിമർശനങ്ങൾ, അതുപോലെ ശരീരദണ്ഡനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്ന് അങ്ങനെയൊക്കെ ചെയ്ത പലരും ഇന്ന് പെന്തക്കോസ്തുകാരോ പെന്തക്കോസ് അനുഭാവികളോ അല്ലെങ്കിൽ പാസ്റ്റർമാരോ സുവിശേഷകന്മാരോ വിശ്വാസികളോ ഒക്കെയാണ്. പലയിടത്ത് വെച്ചും പെന്തക്കോസ്ത പാസ്റ്റർമാരെയും പെന്തക്കോസ്ത വിശ്വാസികളെയും സുവിശേഷകരെയും പലയിടത്ത് വെച്ചും ഉപദ്രവിക്കുകയും ദേഹദണ്ഡനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാനിത് പരസ്യമായിട്ട് ചില കൺവെൻഷനുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ഇടയിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ തല്ലാൻ അറിയാവുന്നവരാരും ഇല്ല എന്ന് നിങ്ങൾ ഓർക്കരുത്. ഞങ്ങളുടെ ഇടയിലും നാടൻ കളരി പഠിച്ചവരും അഭ്യാസം പഠിച്ചവരും അതുപോലെ കളരിപ്പേച്ച് പഠിച്ചവരും കുങ്ഫുങ് പഠിച്ചവരും ജൂഡോ പഠിച്ചവരും കരാട്ടെ പഠിച്ചവരും ഒക്കെ ഉണ്ട്. പക്ഷേ അറിയാൻ വയ്യാത്തോണ്ടോ മെയ്വഴക്കം ഇല്ലാത്തതുകൊണ്ടല്ല തല്ലാത്തത്. ഞങ്ങളുടെ നാഥൻ ആരെയും തല്ലിയിട്ടില്ല. ഞങ്ങളുടെ നാഥൻ യേശു ക്രിസ്തുവാണ്. അദ്ദേഹം ആരെയും തല്ലാൻ പറഞ്ഞിട്ടില്ല, തല്ലിയിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും തല്ലാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പെന്തക്കോസ്ത എന്ന് പറയുന്നത് കഴിവില്ലാത്തൊരു സംഘമാണെന്ന് ആരും വിചാരിക്കരുത്. ഇനിയും എന്താണ് ഉണർവെന്നും കൂടെ പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ഉണർവിനെ കുറിച്ച് നിങ്ങൾ ഒരു വേള കേട്ട് കാണാം. വലിയ പ്രകമ്പനം കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ 2023 ഫെബ്രുവരി മാസം 8-ാം തീയതി ആണ് അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്ത് വിൽമോറിലെ ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ വലിയ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. അത് ഇവിടെയുള്ള അല്ലെങ്കിൽ വിദേശ മാധ്യമങ്ങൾ പലതും അത് ആൾക്കാർക്ക് മനസ്സിലാകത്തക്കവണ്ണം അത് റിപ്പോർട്ട് ചെയ്യുകയും, എന്ന് പറഞ്ഞാൽ പ്രിന്റിംഗ് മീഡിയ, അതുപോലെ നമ്മളുടെ സോഷ്യൽ മീഡിയകൾ, അതുപോലെ TV മാധ്യമങ്ങളൊക്കെ അത് പ്രചരിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അങ്ങനെ ധാരാളം പേർ അവിടെയൊക്കെ ഒഴുകിയെത്തി. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ, അതുപോലെ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഈ പറയുന്ന വിൽമോറിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളത് നിങ്ങൾക്ക് മാധ്യമങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ ആസ്ബറി യൂണിവേഴ്സിറ്റിയിൽ അന്ന് അല്ല ആദ്യമായിട്ടൊരു ആത്മീക ഉണർവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്റ്റ് റിവൈവൽ ഉണ്ടാകുന്നത് അന്നല്ല. അപ്പോൾ അതിന് ആസ്ബറി യൂണിവേഴ്സിറ്റിക്ക് പെന്തക്കോസ്റ്റ് ഉണർവിന്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. 1800-ലാണ് കെൻഡക്കിയിൽ ഉണർവ് അനുഭവം ആദ്യമായിട്ടുണ്ടാകുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 1905, 1908, 1921, 1950, 1958, 1970, 1992 വർഷങ്ങളിലൊക്കെ വലിയ ആത്മീയ ഉണർവ് സംജാതമായിട്ടുണ്ട്. 1970 ആഴ്ചകളോളം ക്ലാസ് നിർത്തി വെക്കേണ്ടി വന്ന ഒരു ഉണർവ് അനുഭവം ആസ്ബറിയിൽ 144 മണിക്കൂർ നീണ്ടു നിന്നു എന്നാണ് ചരിത്രങ്ങളിൽ, അല്ലെങ്കിൽ ആസ്ബറി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വലിയ ആത്മീയ ഉണർവ്
ഇത് കുറച്ച് പണിയില്ലാത്തവരുടെ ഇടയിലും വിദ്യാഭ്യാസമില്ലാത്തവരുടെ ഇടയിലുമുള്ള ഒരു സംഭവമല്ല പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പെന്തക്കോസ്തിൽ നിന്ന് ധാരാളം പഠിച്ചവർ, വിദ്യാസമ്പന്നർ, അതുപോലെ വലിയ എക്സ്പേർട്സുകൾ, ഉന്നത കുലജാതന്മാർ, അതുപോലെ ഉന്നത റാങ്കിൽ ജോലി ചെയ്യുന്നവർ ഒക്കെ ഉണ്ട് എന്നുള്ള സത്യവും വിസ്മരിക്കരുത്. എന്താണ് ശരിയായിട്ടുള്ള പെന്തക്കോസ്ത് ഉണർവ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും വലിയ ബഹളം വെക്കുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് ഈ മറുഭാഷ പറയുമ്പോൾ എന്തിനാണ് ഇത്രയും വലിയ ബഹളം വെക്കുന്നത്? ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാം. ഞാൻ ആദ്യം പറഞ്ഞു വന്ന AD 29 അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ തമ്പടിച്ചിരിക്കുന്ന യെരുശലേമിൽ 120 അധികമുള്ള പേരുടെ ഒരു സംഘത്തിലുണ്ടായ ഒരു ശബ്ദം, ആ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശബ്ദത്തിന് മുകളിൽ വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന് ശക്തി വല്ലതും ഉണ്ടോ. ഇനിയും രണ്ടാമത്തെ കാര്യം, പെന്തക്കോസ്തിന്റെ ഈ ജ്വാല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഗോത്രങ്ങളെ, ഭാഷകളെ, സംസ്കാരങ്ങളെയും എല്ലാം പിടിച്ചടക്കി വരികയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഇത് വലിയ ഒരു ഉണർവായിട്ട് വ്യാപരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും. ഇനിയും വലിയ ഒരു ബഹളത്തോടെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അത് യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമനുസരിച്ച് ക്രിസ്ത്യാനി എന്ന പേരിന്റെ അറ്റത്തോ പെന്തക്കോസുകാരന്റെ പേരിന്റെ അറ്റത്തോ അല്ലെങ്കിൽ പാസ്റ്റർ എന്ന പേരിന്റെ അറ്റത്തോ ഒക്കെ ഉള്ളവർ എന്നല്ല പറഞ്ഞത്, യേശുവിന്റെ കൽപ്പന അനുസരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുന്ന തന്റെ വിശുദ്ധന്മാരെടുക്കപ്പെടും. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടുന്ന് കാണാതെയാകും. അന്ന് വലിയ ഒരു ബഹളം ഇവിടെ ഉണ്ടാകും. ഒത്തിരി പേരെ കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, ഒരു വെറി ബഹളം വെക്കുകയല്ല ശരിയായിട്ട് ഈ ആത്മീയ ഉണർവെന്ന് പറഞ്ഞു. എന്താണെന്ന് ഇവിടെ ഉണർവെന്ന് ഇവിടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ എൻ്റെ സംഭാഷണത്തിന് വിരാമക്കുതിരാം. അപ്പോൾ ഈ വലിയ ബഹളം വെച്ച് ഒരു ആൾക്കാരുടെ ചെവി പൊട്ടിക്കുന്ന ഒരു പരിപാടി മാത്രമല്ല, ശരിയായിട്ട് ഉണർവ് എന്ന് പറഞ്ഞാൽ സമൂല പരിവർത്തനം, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള രൂപാന്തരം, അല്ലെങ്കിൽ യഥാർത്ഥ മാനസാന്തരം എന്നൊക്കെയാണ് ഉണർവെന്ന് പറയുന്നത്. അപ്പോൾ അത് സംഭവിക്കാത്തത് ബൈബിൾ ഭാഷയിൽ ഉണർവല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ആസ്ബറി യൂണിവേഴ്സിറ്റിയിലും കഴിഞ്ഞ വർഷം നടക്കുമ്പോൾ അവിടെ വഴിയിൽ ആൾക്കാർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും കരയുകയും പാപങ്ങളെ ഏറ്റുപറയുകയും അതുപോലെ ആരാധിക്കുകയും അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും ആത്മീയ ഉണർവ് സംഭവിച്ചപ്പോൾ മാനസാന്തരം ഉണ്ടായെന്നുള്ളതാണ് സത്യം, അല്ലാതെ വെറും ബഹളങ്ങൾ മാത്രമല്ല. അതുകൊണ്ട് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. യഥാർത്ഥ സഭ എന്ന് പറയുന്നത് എൻ്റെ കേൾവിക്കാരിൽ ചിലരെങ്കിലും കളിയാക്കിയോ ഒക്കെ വിളിക്കുന്ന പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനമാണ് വിശുദ്ധ ബൈബിൾ പുതിയ നിയമം തുറന്നു കാട്ടുന്ന സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാർ, നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കൂ. പെന്തക്കോസ്തിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകുവാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമക്ക് തുറന്നു. ഞാൻ അടുത്ത ഒരു വീഡിയോ കേരളത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനിത്വം ആരംഭിച്ചത്, എന്താണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്നതിനെ കുറിച്ച് ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കാൻ ഓർപ്പിക്കുന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.